السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العظيم. وقال النبي صلى الله عليه وسلم: من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت أو كما قال عليه الصلاة والسلام. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലിനെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ശിഷ്ടജീവിതം പാപരഹിതമായി ജീവിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളിൽ, സാലിഹീങ്ങളിൽ, ആബിദീങ്ങളിൽ, ആലിമീങ്ങളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു മദ്രസയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസ്ജിദിൻ്റെയോ കീഴിൽ നടത്തപ്പെടുന്ന ഏതെങ്കിലും ഒരു സദസ്സിൻ്റെ സംഗമത്തിന് വേണ്ടിയിട്ടല്ല. മറിച്ച് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഈ സ്ഥാപനവുമായി വലിയ ബന്ധമുള്ള സഹോദരൻ ഹുസൈൻ സാഹിബ് അവറുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബാദികളെ, അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന കുടുംബക്കാരായ കുറേ ആളുകൾ ഒത്തുകൂടി ആലോചിച്ച് നമ്മളുടെ ബന്ധുക്കളിൽ, ഉറ്റവരിൽ, ഉടയവരിൽ ധാരാളം ആളുകൾ പല സ്ഥലങ്ങളിലായി, പല ബന്ധങ്ങളിലായി, പല കൂട്ടങ്ങളിലായി, പല പ്രദേശങ്ങളിൽ കഴിഞ്ഞുകൂടുകയാണല്ലോ. ഇത്തരം ആളുകളെ നമുക്കൊന്ന് ഒരുമിച്ച് കൂട്ടുകയും വർഷങ്ങളായി കണ്ടിട്ടുള്ള, വർഷങ്ങളായി ഒത്തുകൂടിയിട്ടുള്ള, വർഷങ്ങൾക്ക് മുമ്പ് ധാരാളം നന്മകളിൽ, ധാരാളം ചിരികളികളിലൊക്കെ ഒരുമിച്ച് കൂടിയ ആളുകൾ വിവാഹവും വിവാഹേതര ബന്ധങ്ങളുമൊക്കെ ആയി പല മേഖലകളിലേക്ക് ചിന്നിച്ചിതറി കിടക്കുന്നു. ഇവരെയൊക്കെ ഒരു കുടക്കീഴിൽ ഒന്ന് ഒരുമിച്ച് കൂട്ടിയാൽ ഒന്ന് പരസ്പരം കാണൽ പുണ്യമാണ്, അവരുമായി ഒന്ന് ചിരിക്കൽ പുണ്യമാണ്, പഴയകാല കാര്യങ്ങളൊക്കെ ഒന്ന് അയവിറക്കി പരസ്പരം ഒന്ന് സംസാരിച്ച് തീരുമ്പോൾ ഒറ്റപ്പെട്ട് പല മേഖലകളിൽ, പല പ്രദേശങ്ങളിൽ ജീവിക്കുന്നതിനിടയിൽ നമ്മളുടെ വ്യക്തിജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും സാമൂഹിക ജീവിതങ്ങളിലുമൊക്കെ ഉണ്ടായിപ്പോയ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ, വ്യത്യസ്തങ്ങളായ വിഷമങ്ങൾ, സങ്കടങ്ങൾ, അതേപോലെ തന്നെ ജീവിതത്തിനിടയിൽ പടച്ചവൻ തന്ന ധാരാളം നിഅമത്തിൻ്റെ, അനുഗ്രഹങ്ങളുടെ, സന്തോഷങ്ങളുടെ, അതേപോലെ തന്നെ ധാരാളം മക്കളുടെ വളർച്ചയുടെ, പുരോഗതിയുടെ പല പല തരത്തിലുള്ള നന്മകൾ പരസ്പരം അയവിറക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടി മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കൽ വഴി ബന്ധങ്ങൾ ഒന്നും കൂടി കടുപ്പമാകുവാനും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രിയപ്പെട്ടതായി തീരുവാനും വേണ്ടി നടത്തിയ ഒരു പരിശ്രമത്തിൻ്റെ, ഒരു ശ്രമത്തിൻ്റെ, ഒരാലോചനയുടെ പരിണിത ഫലമായിട്ടാണ് തർബിയ എന്ന, അലിമിയാൻ എന്ന ഈ എളിയ സ്ഥാപനത്തിൽ ഈ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും അവരുടെ പുതിയ തലമുറയായ കുഞ്ഞുമക്കളും ഒത്തുകൂടിയിട്ടുള്ളത്. ഇതൊരു വലിയ നന്മയാണ്. ഈ നന്മകൾ യഥാർത്ഥത്തിൽ നമ്മളിൽ കണ്ട്, അഥവാ ഈ ഇരിക്കുന്ന കുടുംബത്തിൽ കണ്ട്, ഈ കുടുംബാംഗങ്ങളിൽ കണ്ട്, ഇതിൽ പ്രചോദിതരായി ഇതിൽ നിന്നും മടങ്ങി വീട്ടിലേക്ക് പോകുന്ന ഓരോ വ്യക്തികളും തങ്ങളുടെ നാട്ടിൽ, തങ്ങളുടെ കുടുംബങ്ങളിൽ, തങ്ങളുടെ ബന്ധുക്കളുടെ കുടുംബങ്ങളിലൊക്കെ ഇത്തരം പ്രേരണകൾ നൽകി അവരെ ഒരു കുടക്കീഴിലേക്ക് ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിൻ്റെ നന്മകളുടെ വഴിയിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ വഴിയിൽ ഒരുമിച്ച് കൂട്ടാൻ നമ്മൾ കഠിനമായി പരിശ്രമിക്കണം. ഇതൊരു നന്മയാണ്, ഇത് പ്രതിഫലാർഹമായ കൂട്ടമാണ്, ഇത് മാതൃകാപരമായ കൂട്ടമാണ്, ഇത് മറ്റുള്ളവരെ നന്മയിലേക്ക് പ്രചോദിപ്പിക്കുന്ന, മറ്റുള്ളവരെ ഞാൻ ഏകനല്ല, ഞാൻ പ്രശ്നങ്ങളിൽ ഏകനല്ല, വിഷമങ്ങളിൽ ഏകനല്ല, സന്തോഷങ്ങളിൽ ഏകനല്ല, എൻ്റെ മകൻ എൻ്റെ മകൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതികമായ മതപരമായ വിദ്യാഭ്യാസപരമായ ഉയർച്ചകളിലും താഴ്ചകളിലും ഞാൻ ഏകനല്ല, എന്നോടൊപ്പം കൂടാൻ, എന്നെ കൈപിടിക്കാൻ, എന്നെ സഹായിക്കാൻ, എന്നെ പ്രോത്സാഹിപ്പിക്കാൻ, എന്നെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന ഒരു മനക്കരുത്തൊരു മനധൈര്യം നൽകുന്ന മഹത്തായ ഒരു സംഗമത്തിലാണ് നാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അള്ളാഹു ഈ കൂട്ടത്തെ പരിപൂർണമായും കബൂലാക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഇവിടെ സംസാരിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത് ആദരണീയനായ ഉസ്താദ് അബ്ദുഷുക്കൂർ ഉസ്താദ് അൽ ഖാസിമി അവറുകളാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളുടെ അരികിലേക്ക് വരും. ഈ പറയുന്നവനും കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മളുടെ ദുനിയാവ് നന്നാകുന്നതിന് വേണ്ടി, നമ്മളുടെ കുടുംബജീവിതം ഏറ്റവും ഇഷ്ടപ്പെട്ടതായി തീരുന്നതിന് വേണ്ടി, നമ്മുടെ പരലോകം പവിത്രമായി തീരുന്നതിന് വേണ്ടി പര്യാപ്തമാകുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ അനുഗ്രഹീതമായ ചില ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകും. അത് നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കി. വരുന്നവരിൽ ചില ആളുകൾ, സഹോദരങ്ങൾ പുറത്തു നിൽക്കുന്നുണ്ട്, പലതരത്തിലുള്ള വിശേഷങ്ങൾ കൈമാറുന്നുണ്ട്. പടച്ചവന്റെ അനുഗ്രഹത്താൽ ഈ ഉപദേശ നിർദ്ദേശങ്ങൾക്കൊക്കെ ശേഷം നമുക്ക് കാണുവാനും സംസാരിക്കുവാനും അവരുമായിട്ട് വിശേഷങ്ങൾ പരസ്പരം കൈമാറുവാനും ധാരാളം അവസരങ്ങൾ, സാഹചര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ലഭിക്കും. ഈ കുറഞ്ഞ സമയം മാത്രമായിരിക്കും ഇവിടെ ഈ നസീഹത്തുകൾ നടക്കുക. ആ കുറഞ്ഞ സമയം നല്ല മനസ്സോടുകൂടി, നല്ല ചിന്തയോടുകൂടി, നല്ല ഫിക്റോടുകൂടി നമ്മളത് കേൾക്കുകയും നമ്മളുടെ ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്തു വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. അത് പരിശുദ്ധമായ ഖുർആനിലെ വളരെ അനുഗ്രഹീതമായ, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇപ്പോൾ ഓതിയ ഈ ആയത്തും ഇതിനോടൊപ്പം അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ അനവധി നിരവധി ആയത്തുകൾ, 114 അധ്യായങ്ങൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആയത്തടക്കം ഈ 114 അധ്യായങ്ങളിലെയും ഓരോ ആയത്തുകളും ഓരോ വചനങ്ങളും നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മളുടെ ഉയർച്ചയുടെയും നമ്മളുടെ താഴ്ചയുടെയും നമ്മളുടെ പുരോഗതിയുടെയും നമ്മളുടെ അധോഗതിയുടെയും സർവ്വ കാര്യങ്ങളെയും പ്രതിപാദിക്കുന്ന അനുഗ്രഹീതമായ വാക്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ കണ്ടിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അള്ളാഹു ഒരു സന്ദേശം, ഒരു കത്ത്, ഒരു സംസാരം മാനവരാശിക്ക് കൈമാറണമെന്ന് അള്ളാഹുവിന് തീരുമാനമുണ്ടായി. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 1,24,000 പ്രവാചകന്മാരെ നിയോഗിച്ചു. അതിൽ അവസാനമായ ഒരു പ്രവാചകൻ വന്നു. ആ പ്രവാചകന്റെ പേർ മുഹമ്മദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകൻ മക്കയിൽ ജനിച്ചു, മദീനയിൽ അസ്തമിച്ചു. മൊത്തത്തിൽ ഏകദേശം 63 വർഷക്കാലം ഇവിടെ ജീവിച്ചു. അതിൽ 40 മുതൽ 63 വർഷം വരെയുള്ള 23 വർഷക്കാലത്തിൽ അള്ളാഹു ഒരു ഗ്രന്ഥം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കത്താണിത്. ഗൾഫിൽ കഴിയുന്ന ആളുകൾക്ക് മുൻകാലങ്ങളിൽ തൻ്റെ ഭാര്യ, തൻ്റെ പിതാവ്, തൻ്റെ മാതാവ്, തൻ്റെ മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ലെറ്റർ കൃത്യമായിട്ട് എഴുതും. ആ ലെറ്റർ കിട്ടിയാൽ ഉടൻ തന്നെ ആ ഭർത്താവ് അല്ലെങ്കിൽ മകൻ, ആ പിതാവ് ആ ലെറ്റർ വളരെ മനോഹരമായി വായിക്കും, അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കും, അതിൻ്റെ അർത്ഥങ്ങൾ തിരിച്ചറിയും. എന്നിട്ട് അതിനനുസരിച്ചുള്ള തിരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. നമുക്ക് വെള്ളം തന്ന, നമുക്ക് ഭക്ഷണം തന്ന, നമുക്ക് പാർപ്പിടം തന്ന, നമുക്ക് ജന്മം തന്ന, നമുക്ക് ഇത്തരം മനോഹരമായ ഒരു കുടുംബാന്തരീക്ഷം തന്ന, ഇത്തരം ബന്ധം തന്ന, ഉയർച്ചയും താഴ്ചയും തന്ന ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നായകന്റെ കയ്യിൽ അനുഗ്രഹീതമായ ഒരു ലെറ്റർ, ഒരു റിസാലത്ത്, ഒരു റിസാല നൽകി, ഒരു കത്ത് നൽകി. ആ കത്ത് പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനിന്റെ ഫാത്തിഹ മുതൽ നാസ് വരെയുമുള്ള ആയത്തുകൾ നമുക്ക് പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ ചില കൽപ്പനകളും ചില നിരോധനങ്ങളുമുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യൻ
ഈ ഖുർആനിന്റെ വഴിയിൽ യാത്ര ചെയ്താൽ ഉറപ്പായിട്ടും അവൻ വിജയിക്കും. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ വചനം ലംഘിച്ച് ജീവിച്ചാൽ, പ്രവാചകന്റെ ദൗത്യം ലംഘിച്ച് ജീവിച്ചാൽ, അവൻ ഇവിടെയും പരാജയപ്പെടും. ഖബർ മുതൽ തുടങ്ങുന്ന സുദീർഘമായ ജീവിതത്തിലും പരാജയപ്പെട്ടു പോകുന്നതാണ്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഞാൻ ഓതിവെച്ചത്. പ്രിയമുള്ളവരെ, അതിന്റെ ക്രോഡീകരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഖുർആൻ എടുത്താൽ വിജയിക്കും, അതിനെ തള്ളിയാൽ പരാജയപ്പെടും. ഖുർആൻ പഠിച്ചാൽ വിജയിക്കും, ഖുർആനെ പഠിക്കാതെ തള്ളിയാൽ നമ്മൾ വമ്പേ പരാജയപ്പെടും. പരിശുദ്ധ ഖുർആൻ തുറക്കുമ്പോൾ കാണാൻ കഴിയും സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക, തുറക്കുക, തുടങ്ങുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അള്ളാഹു പരിശുദ്ധ ഖുർആൻ തന്നിട്ട് പറയുന്നു, നിങ്ങൾ ആരംഭിക്കൂ, നിങ്ങൾ തുടങ്ങൂ, നിങ്ങൾ പ്രാരംഭം കുറിക്കൂ വിജയത്തിന് വേണ്ടിയിട്ട്. തൊട്ടടുത്ത സൂറത്ത് സൂറത്തുൽ ബഖറ എന്നാണ് അതിന്റെ അധ്യായത്തിന്റെ പേര്. ബഖറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പശു എന്നാണ് അതിന്റെ അർത്ഥം. നാൽക്കാലിയായ ഒരു മൃഗത്തിന്റെ പേരിൽ പരിശുദ്ധ ഖുർആനിന്റെ പ്രാരംഭം കുറിക്കുകയാണ്. അഥവാ അള്ളാഹു കോടാനുകോടി സൃഷ്ടികളെ സൃഷ്ടിച്ചു, അതിലൊന്ന് മനുഷ്യനാണ്. മനുഷ്യൻ മനുഷ്യനായി തീരണം, മനുഷ്യൻ മൃഗമായി തീരരുത്. മൃഗത്തിന് നിയമമില്ല, ഖുർആനിന്റെ വ്യവസ്ഥകളില്ല. അത് രാവിലെ എഴുന്നേൽക്കും, നമസ്കരിക്കുകയില്ല, വസ്ത്രം ധരിക്കുകയില്ല, കഴിക്കുന്നതിന് നിയമമില്ല, അപ്പുറത്തെ വീട്ടിൽ പോയി കഴിക്കും, ഓടും ചാടും, എല്ലാ കാര്യങ്ങളും അതിന്റെ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷെ മനുഷ്യനായ ഞാൻ അങ്ങനെയല്ല. ഖുർആൻ പഠിച്ചു തുടങ്ങുകയാണ്. ഒന്നാമത്തെ സൂറത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ അധ്യായം കഴിഞ്ഞു, മൂന്നാമത്തെ അധ്യായം കഴിഞ്ഞു. ഈമാൻ പഠിച്ചു, ഇഖ്ലാസ് പഠിച്ചു, നമസ്കാരം പഠിച്ചു, നോമ്പ് പഠിച്ചു, സകാത്ത് പഠിച്ചു. യാ ബനി ആദം, ആദം സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, നിങ്ങൾക്ക് ഞാൻ വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. വസ്ത്രത്തെ കുറിച്ച് പഠിച്ചു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ ഒരിക്കലും അനർഹമായി സമ്പത്തുകൾ നിങ്ങൾ കഴിക്കരുത്. വീണ്ടും ആയത്തുകൾ മുമ്പോട്ട് പോയി. അൽ മാലു വൽ ബനൂൻ, മക്കൾ, നമ്മുടെ ആൺമക്കളും സമ്പത്തും സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ വലിയ നന്മകളാണ്. ഇങ്ങനെ ആയത്ത് സ്റ്റെപ്പ് സ്റ്റെപ്പായി ഘട്ടം ഘട്ടമായി ആയത്തിലൂടെ ജീവിച്ചു പോവുകയാണ്. അതിനിടയ്ക്ക് വരുന്ന ഒരു ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. സാധാരണഗതിയിൽ ഒരു കുടുംബം ചേർക്കുന്നതിന്റെ മർമ്മം അതൊരു വൈവാഹിക ജീവിതമാണ്. ആ വൈവാഹിക ജീവിതത്തിൽ ഒത്തുകൂടുന്ന സന്ദർഭത്തിൽ ലോകത്തിന്റെ നായകൻ നിക്കാഹിന്റെ വേളയിൽ പാരായണം ചെയ്യാറുള്ള ഒരു അനുഗ്രഹീതമായ വാക്യം യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം. എങ്ങനെയെങ്കിലും സൂക്ഷിക്കലല്ല, എങ്ങനെയെങ്കിലും നടക്കലല്ല, എങ്ങനെയെങ്കിലും നിസ്കരിക്കലല്ല, എങ്ങനെയെങ്കിലും ബന്ധം ചേർക്കലല്ല. എപ്പോഴും നമുക്ക് പടച്ചവനെ ഓർമ്മ വരണം, ലോകത്തിന്റെ നായകനെ ഓർമ്മ വരണം. ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന, നിങ്ങൾ ആരും മരിച്ചു വീഴരുത്, നിങ്ങൾ ആരും മരിച്ചു വീഴരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അബൂബക്കറായി മരിക്കണം, അള്ളാഹുവിന് നിർബന്ധമില്ല. ആയിഷയായി മരിക്കണം, അള്ളാഹുവിന് നിർബന്ധമില്ല. ഖദീജയായി മരിക്കണം, നിർബന്ധമില്ല. ഇന്ന കുടുംബക്കാരനായി മരിക്കണം, നിർബന്ധമില്ല. ഇന്ന മഹല്ലത്തിൽ മരിക്കണം, അതിനും നിർബന്ധമില്ല. ആ മഹല്ലത്തിൽ ഇന്നടത്ത് കബറടക്കണം, അതിനും നിർബന്ധമില്ല. ജീവിക്കുന്നതിന് ജീവൻ തന്നത് ഞാനാണ്, മരിപ്പിക്കുകയും ചെയ്യുന്നത് ഞാനാണ്. ജീവനും മരണവും തന്ന എന്റെ മുമ്പിൽ ജീവന്റെയും ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നമ്മൾ മരിക്കുമ്പോൾ മുസ്ലിമായിട്ട് നമ്മൾ മരിക്കണം, അനുസരണയുള്ളവരായിട്ട് നമ്മൾ മരിക്കണം. ഈ മരണത്തെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്, ഈ മരണത്തെ അള്ളാഹു നന്നായി സ്നേഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ആയത്ത് അവിടുന്ന് കുതിച്ചുയരുകയാണ്. ഓരോ സൂറത്തുകളും കഴിയുന്നു. ആ സൂറത്തിനൊടുവിൽ അള്ളാഹു പരിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുന്നു അന്നാസ്. ബഖറ മൃഗത്തിൽ നിന്ന് തുടങ്ങി അന്നാസ് മനുഷ്യനിൽ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യൻ എന്താണ് എന്ന് പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഗ്രന്ഥം ഈ ഖുർആൻ പഠിച്ചു കഴിയുമ്പോൾ, ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇത് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആരായിത്തീരുന്നു? നല്ലൊരു മനുഷ്യനായിത്തീരുന്നു, നല്ലൊരു മനുഷ്യനായിത്തീരുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊരു കുടുംബമായി, ആ കുടുംബത്തിൽ അള്ളാഹു വ്യത്യസ്തങ്ങളായ മക്കളെ തന്നു, ആൺമക്കളെ തന്നു, പെൺമക്കളെ തന്നു. ഇത് പടച്ചവന്റെ വരദാനങ്ങളാണ്, ഇത് പടച്ചവന്റെ ഔദാര്യമാണ്, പടച്ചവന്റെ സമ്മാനമാണ്. ജനിച്ചത് മുതൽ ഒരു 10-23 വയസ്സ് വരെയും ഈ മക്കൾ നമ്മുടെ മടിയിൽ, നമ്മുടെ തട്ടകത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ വളരുകയാണ്. ഈ മകളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, ഈ മകനെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത്, ഇതിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി, വ്യക്തമായ ചിന്തയോടുകൂടി തീർച്ചയായിട്ടും നമ്മൾ യാത്ര ചെയ്യണം. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഒരു വലിയ പ്രഭാഷണം നടത്തി, നമ്മളെ ഒരു വലിയ സംഗതി നടത്താൻ വേണ്ടിയിട്ടല്ല.
യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് കുടുംബക്കാരൊത്തുകൂടിയതാണ്. പരസ്പരം കാണണം, പരസ്പരം സന്തോഷിക്കണം, പരസ്പരം വിശേഷങ്ങൾ കൈമാറണം, പരസ്പരം നല്ല രീതിയിൽ നമ്മൾ മുസാഹഫ ചെയ്യണം, മുആനക ചെയ്യണം, കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണം. ഈ പരിശുദ്ധമായ ഒരു വലിയ നന്മ പരിശുദ്ധമായി ദീൻ പഠിപ്പിക്കുകയാണ്. പക്ഷെ അതിനോടൊപ്പം നമ്മൾ വല്ലപ്പോഴും കൂടുന്നതാണ്. ആ കൂടുന്ന സമയത്ത് നമ്മളുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാരുടെ ഭാഗത്ത് നിന്നും അള്ളാഹു തന്ന ചില സമ്മാനങ്ങളായ വിശുദ്ധ ഖുർആനിന്റെ ചില ഉപദേശങ്ങൾ കേൾക്കാം, ചില നിർദ്ദേശങ്ങൾ കേൾക്കാം. ആ കേൾക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സറിഞ്ഞൊരു തീരുമാനം, പടച്ചവനെ നമ്മൾ കുറെയൊക്കെ കേട്ടിട്ടുണ്ട്, പടച്ചവനെ കുറെയൊക്കെ നമ്മൾ കൂടിയിട്ടുണ്ട്, പടച്ചവനെ പല പല സംഗമങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ഈ സംഗമം എൻ്റെ കുടുംബത്തിന്റെ സംഗമമാണ്, ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ച സംഗമമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യസിൽ റഹിമഹു ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടോ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ അവരവരുടെ കുടുംബബന്ധം ചേർത്തു കൊള്ളട്ടെ. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ആ ചേരുന്നതിന് വേണ്ടി നമ്മൾ വന്നു, വരുന്നത് വഴി നമ്മൾ നല്ലൊരു അന്തരീക്ഷമായി, നല്ലൊരു കുടുംബമായി, നല്ലൊരു കൂട്ടമായി ഇതിനെ പടച്ചവൻ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാചകങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ആദരണീയനായ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പറും നമ്മളുടെയൊക്കെ ഉസ്താദും ധാരാളം നന്മകളുടെ, ധാരാളം ഇൽമിന്റെ കേന്ദ്രങ്ങളുടെ ഒരു ചാലക ശക്തിയായി മുമ്പിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഷുക്കൂർ ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഇരുത്തവും നമ്മളുടെ കൂട്ടവും അള്ളാഹു പരിപൂർണമായും കബൂലാക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതിനിയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ വർത്തമാനം പറയുന്നത് കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ പോലും വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. പറയപ്പെടാൻ പോകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് നന്നായി കേൾക്കാൻ നമ്മൾ ശ്രമിക്കും. അള്ളാഹു നമുക്ക് തരുന്ന വലിയ ഭാഗ്യങ്ങളാണ്, വലിയ അവസരങ്ങളാണ്. എത്രയോ ആളുകളാണ് ദീൻ കേൾക്കാൻ അവസരങ്ങളില്ലാതെ, പരിശുദ്ധമായ ഖുർആൻ കേൾക്കാനും പറയാനും അവസരങ്ങളില്ലാതെ ഇരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ഇത്തരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമുക്ക് ഒരുങ്ങുന്നത്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇരിക്കാൻ കഴിയുമെങ്കിൽ, വിഷമില്ല എങ്കിൽ കുറച്ചും കൂടി ആളുകൾ അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ പറയലും കേൾക്കലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ റാഹത്തായിരിക്കും. എന്നാൽ പ്രായമുള്ള ആളുകളാണെങ്കിൽ ചാരി തന്നെ ഇരുന്നോളിൽ. കസേര ആവശ്യമുള്ളവർ പറഞ്ഞാൽ കസേര ഇൻഷാ അല്ലാഹ് ഇട്ടു തരികയും ചെയ്യും. സ്വസ്ഥമായി കേൾക്കുക, സ്വസ്ഥമായി നമ്മൾ കൂടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين سبقت لهم منا الحسنى أولئك عنها مبعدون. لا يسمعون حسيسها وهم فيما اشتهت أنفسهم خالدون. لا يحزنهم الفزع الأكبر وتتلقاهم الملائكة هذا يومكم الذي كنتم توعدون. يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. ولقد كتبنا في الزبور من بعد الذكر أن الأرض يرثها عبادي الصالحون. إن في هذا لبلاغا لقوم عابدين. وما أرسلناك إلا رحمة للعالمين.
والصلاة والسلام على سيدنا محمد سيد المرسلين وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العظيم. ബഹുമാന്യ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഒരു സാധുവായ ദാസൻ ജനാബ് ഇബ്രാഹിം സാഹിബ് മർഹൂമിൻ്റെ സ്മരണയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ഈ സദസ്സ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഇതിനുവേണ്ടി ക്ഷണിച്ചവരെയും വന്നവരെയും കാരുണ്യവാനായ രക്ഷിതാവ് അനുഗ്രഹിക്കുകയും ഉന്നതമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇബ്രാഹിം സാഹിബ് ഏതെങ്കിലും വലിയ മഹാനോ അല്ലെങ്കിൽ പരമ്പരാഗതമായി വലിയ നന്മകളെല്ലാം ഉൾക്കൊണ്ട വ്യക്തിയോ ആയിരുന്നില്ല. നാം എല്ലാവരെയും പോലെ ഒരു സാധാരണ പച്ച മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹു വലിയൊരു ഭാഗ്യം നൽകുകയും ആ ഭാഗ്യത്തെ അദ്ദേഹം ശരിയായ നിലയിൽ ഉൾക്കൊള്ളുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകത. എന്താണ് ആ ഭാഗ്യം? അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അരികിൽ ഒരു ചെറിയ പള്ളിപ്പുര മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടു. നാം എല്ലാവരുടെയും വീടുകളുടെ അരികിൽ തീർച്ചയായിട്ടും അത് കാണും. അതിൽ അദ്ദേഹം ആത്മാർത്ഥമായി ബന്ധപ്പെട്ടു. പിന്നീട് പടച്ചവൻ്റെ വലിയ കൃപ കൊണ്ട് നമ്മളുടെ ഈ സ്ഥാപനം പോലെ വിദ്യാർത്ഥികൾ വന്ന് താമസിക്കുന്ന പഠിക്കുന്ന ഒരു സ്ഥാപനമായി അത് മാറി. സ്വാഭാവികമായും നാട്ടുകാരിൽ ഒരു കൂട്ടം ആളുകൾ ഇതെന്ത് സാധനമാണെന്ന് മനസ്സിലാകാതെ സംശയദൃഷ്ടിയോടുകൂടി നോക്കി. ഇതിനിടയിൽ ഇദ്ദേഹത്തെ പോലുള്ള ചില സഹോദരങ്ങൾ ഈ സ്ഥാപനത്തെ വളരെയധികം സ്നേഹിക്കുകയും വെറും സ്നേഹം മാത്രമല്ല, കഴിവിൻ്റെ പരമാവധി അതിൻ്റെ ആളായിട്ട് മാറുകയും ചെയ്തു. മസ്ജിദിൽ കൃത്യമായി നമസ്കരിക്കാൻ വരുമായിരുന്നു. ഏതാണ്ട് 10, 15, 20ഓളം വർഷമായി ആ മസ്ജിദിൽ ബന്ധപ്പെട്ട് കഴിയുന്ന ഒരാളെന്ന നിലയിൽ പറയാൻ സാധിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
സ്വർഗവാസിയാണെന്ന് ഉറപ്പിച്ചുകൊള്ളാൻ പറഞ്ഞ മസ്ജിദിനോട് മനസ്സുകൊണ്ട് ഇണങ്ങിയ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. 5 നേര നമസ്കാരങ്ങളിൽ കൃത്യമായി വരുമായിരുന്നു. അത് കൃത്യമെന്ന് പറഞ്ഞാൽ ഇഖാമത്തിൻ്റെ സമയമല്ല, ബാങ്കിൻ്റെ സമയത്തിന് മുമ്പ് തന്നെ വരുമായിരുന്നു. ഇവിടെ ഇപ്പോൾ 12:30 ളുഹർ ബാങ്ക്. വിദ്യാർത്ഥികളുടെ സൗകര്യം പ്രമാണിച്ച് 1:20 നമസ്കാരം വെച്ചിരിക്കുന്നത്. നമ്മുടെ അവിടെ 1:15 നമസ്കാരം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ ദാസൻ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ 12:30 മുമ്പ് തന്നെ അവിടെ കറങ്ങി വന്നിരിക്കും. എന്നിട്ട് കസേരയിൽ കയറി ഒരൊറ്റ ഇരിപ്പാണ്. ദിക്ർ ചെയ്തുകൊണ്ടിരിക്കും, ഇടയ്ക്ക് നമസ്കരിക്കും, പിന്നെ വലത്തോട്ടും ഇടത്തോട്ടും നോക്കി ആനന്ദിക്കും. ഉസ്താദന്മാരാരെയും കണ്ട സലാം പറയും. ളുഹർ നമസ്കാരത്തിന് സമയമാകുമ്പോൾ നമസ്കരിക്കും. എന്നിട്ട് പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകും. നിങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. കുറച്ച് വെപ്രാളത്തിൻ്റെ ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിലും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരല്പം പോലും അത് പ്രകടിപ്പിച്ചിരുന്നില്ല. പിന്നെ വിദ്യാർത്ഥികളില്ലാത്ത സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരാളോ 2 പേരോ വല്ലതായിരിക്കും കാണുന്നത്. അവിടെ ബാങ്ക് കൊടുക്കാൻ സമയമായി എന്ന് വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ ഉണർത്തുമായിരുന്നു. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് ബാങ്ക് കൊടുപ്പിക്കും. ജമാഅത്ത് നമസ്കരിക്കാൻ വളരെ താല്പര്യത്തോടെ വന്ന് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മദ്രസകളെയും മസ്ജിദുകളെയെല്ലാം നല്ല അവസ്ഥയിലാക്കുമാറാകട്ടെ. മദ്രസകൾ പാവപ്പെട്ട കുട്ടികൾ താമസിക്കുന്ന സ്ഥാപനമാണ്. നമ്മളൊരിക്കലും അവരുടെ തിന്മകളെയോ അല്ലെങ്കിൽ ബഹളങ്ങളെയോ ന്യായീകരിക്കുകയില്ല. കഴിവിൻ്റെ പരമാവധി തിരുത്താൻ പരിശ്രമിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും മദ്രസകളുടെ പരിസരങ്ങളിലുള്ളവർ വിദ്യാർത്ഥികളുടെ ഈ ദൗർബല്യം മനസ്സിലാക്കാതെ മദ്രസ കുട്ടികളെയും എല്ലാം ആക്ഷേപിക്കുകയും അവരോട് കടുത്ത വാക്കുകൾ പറയുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം കാണപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും പ്രായമുള്ള വാപ്പമാർക്ക് പ്രായസംബന്ധമായ നിലയിൽ കുറച്ച് ഗൗരവവും ദേഷ്യങ്ങളെല്ലാം സാധാരണ ഉണ്ടാകാറുണ്ട്. അത് എന്തെങ്കിലും തിന്മയോ അല്ലെങ്കിൽ കുറ്റമോ അല്ല. പക്ഷേ ഇബ്രാഹിം സാഹിബിൻ്റെ വലിയൊരു മഹത്വം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കുട്ടികളുടെ ഈ കാര്യങ്ങളെല്ലാം അങ്ങേയറ്റം സഹിക്കുകയും ക്ഷമിക്കുകയും അവരോട് ഭയങ്കര സ്നേഹം പുലർത്തുകയും ചെയ്തിരുന്നു. നമ്മുടെ മദ്രസയിൽ നിന്നും പാസ്സായി കേരളം മുഴുവനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതൻ ഇദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം ഒരു കുറിപ്പെഴുതുകയുണ്ടായി. സാധാരണ ഇത്തരം സമയത്ത് ആളുകൾ വാഴ്ത്തിയും പുകഴ്ത്തിയും ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളെല്ലാം കുറിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇതെഴുതിയ ആഷിഖ് മൗലവിയെ നന്നായിട്ടറിയാം. ഇത് അദ്ദേഹം എഴുതിയത് തീർത്തും നേർക്കാഴ്ചയും അനുഭവ സാക്ഷ്യവും എന്ന നിലയിലാണ്. ഹൃദയ വൈകാരികതയെ ഏത് വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്തണമെന്നറിയില്ല, പൊതുവർണ്ണനകൾ കൊണ്ട് വിശദീകരിക്കണമെന്നും അറിയില്ല. പക്ഷേ ഒന്നുറപ്പിക്കാം, ഇൽമിനെയും ഉലമായിനെയും മുതഅല്ലിമീങ്ങളെയും ജീവന തുല്യം സ്നേഹിച്ച ഒരു മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. നമ്മളൊന്നും കൂടി ഓർക്കണം,
ഈ ആഷിഖ് മൗലവി ഇന്ന് അൽഹംദുലില്ലാ ഒന്നാമതിനെ ചെറുപ്പക്കാരനാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, നല്ല ഇണയെ അള്ളാഹു കൊടുക്കുമാറാകട്ടെ. അന്ന് ഈ കൂട്ടത്തിലെ ഏതാണ്ട് ഏറ്റവും ചെറിയൊരു കുട്ടിയുടെ അത്രയുള്ള അദ്ദേഹം ഇവിടെ ഓതാൻ വന്നപ്പോൾ യതീമായിരുന്നു, വാപ്പ മരിച്ചുപോയി. ഈ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയൊരു കുട്ടിയുടെ അത്രയേ ഉള്ളൂ. അദ്ദേഹമാണ് എഴുതുന്നത്. ഓച്ചറ മദ്രസയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ മുതൽ വർത്തമാനകാല വിദ്യാർത്ഥികൾ വരെയുള്ള എല്ലാവർക്കും സുപരിചിതമായിരുന്നു മാമയുടെ മുഖം. ദിവസേന കൊടുക്കേണ്ട പുതിയ പാഠത്തിൻ്റെ ടെൻഷനിടയിൽ കുളിർമഴ പോലെ പെയ്തിറങ്ങിയ പാർലേജി ബിസ്ക്കറ്റിൻ്റെ ആശ്വാസവും അത് തരുന്ന മാമയും കുട്ടികളായ ഞങ്ങളെ എത്രമേൽ സ്വാധീനിച്ചുവെന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. ഒരു ബിസ്ക്കറ്റ് എന്താ വില? പക്ഷേ സഹോദരങ്ങളെ, മനസ്സിന് ഭയങ്കര വിലയുണ്ട്, ആത്മാർത്ഥതയ്ക്ക് വലിയ അനുഭൂതിയുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാഹിച്ച് വലഞ്ഞൊരു പട്ടിക്ക് ഒരൽപ്പം വെള്ളം കൊടുത്ത സ്ത്രീ സ്വർഗവാസിയായെന്ന് പറഞ്ഞത്. റമദാൻ മാസമാകുമ്പോൾ ഈ ബിസ്ക്കറ്റ് ഫ്രൂട്ട്സായി രൂപാന്തരപ്പെടും. വാർദ്ധക്യ സമയത്ത് പോലും അവശതകൾ മറന്ന് ഈ നേരങ്ങളിൽ മിഠായിയും വാങ്ങി ക്ലാസ്സിലും പൊതുപരിപാടികളിലും മറ്റും വന്ന് സ്വന്തമായി എല്ലാവർക്കും വിതരണം ചെയ്യും. അത് നിർബന്ധ ബുദ്ധിയാണ്. സ്വന്തമായിട്ട് അദ്ദേഹം തന്നെ വിതരണം ചെയ്യും. പെൺകുട്ടികളെ മദ്രസയുണ്ട്, അവിടെയും കൊണ്ടുവന്ന് അവിടെ വേറെ ആരെ ഏൽപ്പിക്കത്തില്ല, എൻ്റെ ഭാര്യയെ വിളിച്ച് അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് ഈ മനുഷ്യന് സമാധാനമാവുകയുള്ളൂ. അങ്ങനെ ദാറുൽ ഉലൂമിൻ്റെ തുടക്കം മുതൽ ഹൃദയം കൊണ്ട് അതിനെ ചേർത്ത് പിടിച്ച വ്യക്തിത്വമാണ്. അവസാന കാഴ്ചയിലെ മുഖപ്രസന്നതയുടെ അടിസ്ഥാന കാരണവും അതുതന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ എല്ലാ ഖൈറിലാക്കുമാറാകട്ടെ. ഒരു വലിയ പണ്ഡിതൻ പറയുന്നുണ്ട്, വാർദ്ധക്യ സമയത്ത് ആളുകൾ സാധാരണ കൊഴിഞ്ഞു പോകും, പക്ഷേ മാമയ്ക്ക് മാഷാ അല്ലാഹ് വലിയ പ്രകാശമായിരുന്നു. നമ്മുടെ ഒരു ഉസ്താദ് പറയുന്നത്, മരണപ്പെട്ടതിന് ശേഷം മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയുണ്ടായി. ഓച്ചറ മദ്രസയുടെ ഈ അടുത്ത കാലത്തായി വാർദ്ധക്യ അസുഖങ്ങൾ കാരണം പഴയ മുഖങ്ങളെ ഓർമ്മയിൽ നിന്ന് തപ്പിയെടുക്കാനോ സാധിച്ചിരുന്നില്ല. എന്നിട്ടും ഒരു ദിവസം മാമയുടെ വീടിൻ്റെ മുന്നിൽ കൂടി നടന്നുപോയ ഞങ്ങളെ വേഗം വന്ന് മുസാഫയും മാലിക്കനും ഒക്കെ ചെയ്ത് ദുആ വസിയ്യത്തും ചെയ്താണ് യാത്രയാക്കിയിരുന്നത്. വീടിന് മുമ്പിൽ കൂടെ പോവാണ്, പിടിച്ച് പെട്ടെന്ന് തന്നെ നിർത്തി മുസാഫ. അത് എല്ലാവരും ചെയ്യുമായിരുന്നു. പള്ളിയിൽ നിന്നും വഴിയിൽ കൂടെ നടക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് തന്നെ വിളിക്കും. എന്നാൽ അപ്പോഴും ഞങ്ങൾ ആരാണെന്ന് അദ്ദേഹത്തിന് അവ്യക്തമായിരുന്നു. പക്ഷേ ഈ വെള്ള വസ്ത്രവും തൊപ്പിയും തലപ്പാവുമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ചിറകടിച്ചുയരാൻ ഇത്തരം നന്മകൾ ഉണ്ടെങ്കിൽ ഭൂമിയോളം വേറിടുന്ന വൃക്ഷമായി അവകൾ തണലിടുന്നതാണ്. ഖബറിൽ നക്ഷത്രങ്ങളോളം തിളങ്ങുന്ന വെട്ടമാകും അവകൾ. കഥകടച്ച് കരയാൻ ഖുർആനിന് നെഞ്ചിലേറ്റിയ കളങ്കമില്ലാത്ത കുരുന്ന് കണ്ണുകളുണ്ടെങ്കിൽ സുഗന്ധം പരത്തി അത് നടക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട മാമ, താങ്കൾ നൽകിയ സ്നേഹത്തിൻ്റെ പുഷ്പക്കെട്ടുകൾ എന്നും നിലനിൽക്കുന്നതാണ്. ആകാശം ചിരിക്കുന്ന പൂവായി മാറും. താങ്കൾ ഞങ്ങൾക്കായി നൽകിയ കരുതലിൻ്റെ കരങ്ങൾ തീർച്ചയായും നാളെ നിങ്ങൾക്കായി ശുപാർശ ചെയ്യാൻ പാറി നടക്കുന്ന ഒരുപാട് കമീസുകളുണ്ടാകും. അപ്പോൾ വെയിൽ കിനാവായി പെയ്തിറങ്ങും. മഴ സംഗീതമായി പൊഴിഞ്ഞു വീഴും. മേഘം തണലായി താങ്കൾക്ക് വീടൊരുക്കും. അള്ളാഹുവേ, ചെയ്ത ഒരുപാട് സുഹൃതങ്ങളുള്ളപ്പോൾ വന്നുപോയ പിഴവുകളെ നീ ഒരിക്കലും പരിഗണിക്കരുത്. സ്വർഗീയ സ്ഥാനങ്ങളാൽ നിൻ്റെ അടുക്കൽ ഉന്നതിയിലാക്കണമേ. ഗുണപാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഞങ്ങൾക്കും ഭാഗ്യം നൽകണമേ. അള്ളാഹു തആല ഇത്തരം വാക്കുകളെ കബൂലാക്കുമാറാകട്ടെ. തീർത്തും ആത്മാർത്ഥമായി എഴുതിയ വാക്കുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ഉൾക്കൊള്ളാൻ ഭാഗ്യം തരുമാറാകട്ടെ. പിന്നെ സഹോദരങ്ങളെ, അദ്ദേഹം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയ സമ്പന്നനോ ഒന്നുമായിരുന്നില്ല. അതിനോട് കൂടി തന്നെ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്,
ഉള്ള സമ്പത്ത് ദാനധർമ്മം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നു. രണ്ടാമതായി അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളും ചെറുമക്കളും എല്ലാം മദ്രസയ്ക്ക് സേവനം ചെയ്യുന്നതിനെ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കണ്ടിരുന്നു. ഇത് വലിയ നന്മയാണ്. അൽഹംദുലില്ലാഹ്, ഇങ്ങനെയെല്ലാം ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ ദാസൻ അള്ളാഹുവിലേക്ക് യാത്രയായി. ഇവിടെ സഹോദരങ്ങൾ, ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തി പറയൽ മാത്രമല്ല ഉദ്ദേശം, മറിച്ച് എന്നോടും നിങ്ങളോടും ചില തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ സ്വയം ഉപദേശം ഉൾക്കൊള്ളണം എന്നും കൂടി പറയലാണ് ഈ സദസ്സിൻ്റെ ഉദ്ദേശം. അള്ളാഹു നമുക്ക് നൽകിയ ജീവിതം പടച്ചവൻ്റെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സത്യം പറയാണ്, മാമയ്ക്ക് കഠിനമായ രോഗമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഉന്മേഷവും, അതുപോലെ ഞാൻ അവസാനം കാണാൻ പോയപ്പോഴും എഴുന്നേറ്റ് വീടിൻ്റെ പുറത്ത് വന്നു. അതിനുശേഷം നിർബന്ധിച്ച് അകത്ത് കൊണ്ടുപോയി ഇരുത്തി ആ കൈപിടിച്ച കടുപ്പമെല്ലാം കണ്ട് സത്യം പറയുന്നത് അടുത്ത് മരിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ അള്ളാഹുവിലേക്ക് ഇവരെല്ലാവരും യാത്രയായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളും നമ്മളുടെ ജീവിതത്തെ പറ്റിയുള്ള ശരിയായ ബോധവും ബോധ്യവും വേണം. അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും തരുമാറാകട്ടെ. ഒരു ഭാഗത്ത് അതിവേഗതയിൽ നമ്മളുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഇപ്പോഴും ആൾക്കാർ യുവ പണ്ഡിതൻ എന്നാണ് പറയുന്നത്. കളവനായി കഴിഞ്ഞ് 55 വയസ്സായി. നമ്മളെപ്പറ്റി ആൾക്കാർ നല്ല ആരോഗ്യവാൻ, ചെറുപ്പക്കാരൻ എന്നെല്ലാം പറയുന്നതിന് നമ്മൾ വഞ്ചിതരാകരുത്. നമ്മുടെ ജീവിതം അതിവേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് സഹോദരങ്ങളെ, നമ്മൾ ധാരാളം കാലവിപത്തുകളെയും കാണുന്നു. നിന്ന നിൽപ്പിലാണ് ആളുകൾ യാത്രയാകുന്നത്. അടുത്ത് വയനാടിൽ അതിഭയങ്കരമായ ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിനിടയിലുള്ള ചില ചിത്രങ്ങൾ ഒരൽപ്പം ഈമാനിൻ്റെ മനസ്സ് വെച്ച് പറയുകയും കേൾക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ്. ഒരു സഹോദരൻ തൻ്റെ അയൽവാസിയുമായി ഒരു ചാൺ ഭൂമിക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്നു. രണ്ടുപേരും മരിച്ച് ഖബറിലേക്ക് പോയതിനു ശേഷം ആ വഴക്കുമായി ബന്ധപ്പെട്ട കേസിൻ്റെ കടലാസ് പോലീസുകാർക്ക് കിട്ടി. അവർ പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കുന്നു. മിക്കവാറും ആ രണ്ടുപേരും കടന്നിരിക്കുന്നത് അടുത്തടുത്ത ഖബറുകൾ തന്നെയായിരിക്കും. കാരണം അവിടെ മുഴുവൻ ഖബറുകളും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി നോക്കാതെ ഉറപ്പായവർ, അങ്ങനെ ഉറപ്പാകാത്ത എല്ലാവരെയും അടുത്തടുത്ത സ്ഥലത്താണ് അവരെ അവിടെ മറമാടിയിരിക്കുന്നത്. നമ്മുടെ ഈ നാടിനടുത്ത് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായി. രണ്ടുപേര് ഭയങ്കര വഴക്ക്. ഒരാൾ മരണപ്പെട്ടു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അടുത്തയാൾ മരണപ്പെട്ടു. ഖബർ വെട്ടുന്ന വ്യക്തി അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹം രണ്ടാമന് വേണ്ടി കുഴിച്ച ഖബർ ഒന്നാമൻ്റെ ഖബറാണ്. അതറിഞ്ഞ കുടുംബക്കാർ വലിയ ബഹളമുണ്ടാക്കി. ഞാൻ അവരോട് ഒരു ബഹളത്തിൻ്റെ ആവശ്യവുമില്ല, ദുന്യാവിൽ കെട്ടിപ്പിടിച്ച് മുസാഫാത്ത് ചെയ്യാൻ സാധിച്ചില്ല, അതിന് പകരം നമ്മൾ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കും. രണ്ടുപേരും ഖബറിൽ കെട്ടിപ്പിടിച്ച് ആഖിറത്തിൽ കെട്ടിപ്പിടിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ലാത്തവരാകട്ടെ എന്ന് പറഞ്ഞ് അവരുടെ മക്കളോട് നിങ്ങൾ പരസ്പരം സ്നേഹത്തിൽ കഴിയാൻ പറയുക. ഞാൻ പറയും, ഒരിക്കലും ആ ഖബർ മാറ്റാൻ പാടില്ല. ആ ഖബറിൽ തന്നെ അദ്ദേഹത്തിന് അടക്കണം. സഹോദരങ്ങൾ, ഇതാണ് അവസ്ഥ. അതുപോലെ രണ്ടാമത്തെ ഒരു ചിത്രം, ഒരു ചെറുപ്പക്കാരൻ, പടച്ചവനെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഭാര്യയോടും മക്കളോടും വാപ്പയോടും ഉമ്മയോടും യാത്ര ചോദിച്ച് ഗൾഫിലേക്ക് പുറപ്പെടുകയാണ്. എന്തെല്ലാം വികാരങ്ങൾ കാണും. എന്നെല്ലാം ആ പാവത്തുങ്ങൾക്ക് ഈ ചെറുപ്പക്കാരൻ അവിടെ വെച്ച് വല്ലതും മരിക്കുമോ എന്നാണ് പേടി. അവരുടെ കരച്ചിലും നിലവിളിയും. ആ പയ്യൻ പറയുന്നു, ഉമ്മ എന്നത്തേക്കാളും കൂടുതലായിട്ട് അന്ന് കരഞ്ഞു. എൻ്റെ ജീവിതത്തെപ്പറ്റി പേടിച്ചാണ് കരയുന്നതെന്ന് വിചാരിച്ച്. അദ്ദേഹത്തിൻ്റെ മകൻ കത്തെഴുതി കൊടുക്കുന്നു, ഇത് ഞാൻ പറയുമ്പോഴേ വാപ്പ തുറന്നു നോക്കാവുള്ളൂ. പൊന്നു വാപ്പ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങേയറ്റം ആദരിക്കുന്നു, അങ്ങയെ കാണാത്ത ദുഃഖമുണ്ട്. ആ ഫോട്ടോ കണ്ടാൽ നമ്മുടെ നെഞ്ച് പിടഞ്ഞു പോകും. ആ കുട്ടികൾ മുസാഫാത്ത് ചെയ്യുന്നത് ഇങ്ങനെ നിന്നിട്ട് ഒരാൾ മുസാഫാത്ത് ചെയ്യുന്നത്. രണ്ടുപേര് അവർ മുകളിലോട്ടുള്ള വഴിയിൽ രണ്ട് ഭാഗത്തായിട്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു.
ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് ഒഴുകി ഒരു ഖബറിൽ പോയി കിടക്കുന്നു. നൗഫൽ പാവപ്പെട്ടവൻ കരഞ്ഞുകൊണ്ടും ദൂരത്ത് മാറിയിരിക്കുന്നു. അതിനും വലിയ അങ്ങേയറ്റം അത്ഭുതകരമായ കാര്യം അവരുടെ ഖബറടക്കമാണ്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് വലിയ സന്തോഷമുണ്ട് മത നേതാക്കന്മാർ സൗകര്യത്തിനകത്ത് ഉണർന്നത്. വ്യക്തമാകാത്ത മയ്യത്തുകൾ മുഴുവനും അതിനെ കഴിവിൻ്റെ പരമാവധി കുളിപ്പിച്ച് പൊതിഞ്ഞ് ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ആചാരം ചെയ്ത്, ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ ആചാരം ചെയ്ത്, എന്നിട്ട് മസ്ജിദിൻ്റെ മുറ്റത്ത് അവരെല്ലാവരെയും ഖബറടക്കി. ഈ ലോകത്ത് ഈ ഓടുകയും ചാടുകയും ചെയ്ത മുഴുവൻ സഹോദരീ സഹോദരന്മാർക്കും അവസാനം പ്രയോജനപ്പെട്ടത് പള്ളിയുടെ മുറ്റമാണ്. ആ പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്ന അവർക്ക് രണ്ടാലൊരു വികാരമുണ്ടാകും. ഒന്ന്, അൽഹംദുലില്ലാ ജീവിത കാലഘട്ടത്തിൽ ബന്ധപ്പെട്ട ഞാൻ നടന്നു വന്ന പള്ളിയുടെ വഴിയിലാണല്ലോ ഞാൻ കിടന്നുറങ്ങുന്നത്. ആശ്വാസത്തിൻ്റെ നെടുവീർപ്പുകൾ, അനുഭൂതിയുടെ അന്തരീക്ഷങ്ങൾ. വേറെ ഒന്ന് പടച്ചവൻ കാക്കുമാറാകട്ടെ, ഞാൻ ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഈ പള്ളിയുടെ മുറ്റത്താണല്ലോ ഞാൻ വന്ന് കിടക്കുന്നത്. ഞാൻ നമസ്കരിച്ചിട്ടില്ല, ഞാൻ നോമ്പ് പിടിച്ചിട്ടില്ല, ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ല, ഞാൻ സൽസ്വഭാവത്തിൽ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പള്ളിയുടെ മുറ്റത്താണെന്ന് ഞാൻ വന്ന് കിടക്കുന്നത് അവരെത്രമാത്രം നെടുവീർപ്പെടുന്നുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, വളരെ ആത്മാർത്ഥമായി പറയുന്നു, നമ്മളെല്ലാവരും നമസ്കാരവുമായി ബന്ധപ്പെടണം. നമുക്കതേ പ്രയോജനപ്പെടുകയുള്ളൂ. നമസ്കാരത്തിൽ താല്പര്യം വേണം. അൽഹംദുലില്ലാഹ് എല്ലാവരും ഉള്ളവർ തന്നെയാണ്. പക്ഷേ പ്രത്യേകിച്ചും നമ്മളുടെ മക്കളുടെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വലിയ ശ്രദ്ധ കാണിക്കണം. സമുദായം മുഴുവനും വലിയ ബേജാറിലാണ്. മക്കൾക്ക് ദീനില്ല, അവർ അപകടത്തിലോട്ട് പോകുന്നു. വളരെ ലളിതമായ വഴി, പൊന്നു വാപ്പ പൊന്നു ഉമ്മ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഒന്ന്, നിങ്ങൾ നമസ്കാരക്കാരാകിൻ. രണ്ട്, നിങ്ങളുടെ മക്കളോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നു. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. താങ്കളുടെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കിൻ, താങ്കളും നമസ്കാരത്തിൽ നിഷ്ഠ കാണിക്കിൻ. നാമാണ് ആഹാരം തരുന്നത്, താങ്കളോട് നാം ആഹാരം ആവശ്യപ്പെടുന്നില്ല. അന്തിമ വിജയം ഭയഭക്തിക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒന്ന്, നമ്മൾ നമസ്കരിക്കും. പുരുഷന്മാർ ജമാഅത്തായി നമസ്കരിക്കും. നമ്മുടെ മസ്ജിദുകൾ മുഴുവനും കരച്ചിലാണ്. ഞാനിവരുടെ കൂട്ടുകാരോട് കൂടെ പറഞ്ഞ് മിക്ക മജ്‌ലിസിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാമ നഷ്ടപ്പെട്ട് അതിനുശേഷം വല്ലാഹി ഞാൻ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിസ്കരിക്കാൻ പള്ളിയിൽ നിന്ന് ഒരാൾ കുറഞ്ഞു പോയി, ഇനി എന്ന് വരെയും അവിടെ പകരം ആള് വരും. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. പള്ളികളെല്ലാം നല്ല ഗംഭീരം, നല്ല സാഹചര്യം, വലിയ ബർക്കത്ത്. അള്ളാഹു ഇനി ബർക്കത്ത് കൂട്ടുമാറാകട്ടെ. ഈ സൗകര്യങ്ങൾ ചെയ്യുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു വണ്ണമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. പക്ഷേ നമസ്കരിക്കാൻ ആളില്ല. മയ്യത്തുകരയിൽ ഓരോ മസ്ജിദുകളും, ഞാൻ അമ്പൽ തൈക്കാവിൽ ചെറു പയ്യനായി 8ാമത്തെ വയസ്സിൽ വന്നിട്ടുണ്ട്. വെള്ളം കോരി അത് എടുത്ത് ഒതു ഞങ്ങൾ ചെയ്യുകയുണ്ടായി. ഞാൻ പേടിച്ച് രാത്രി മുഴുവനും ഉറങ്ങിയ വാപ്പയെ ശല്യപ്പെടുത്തി ബഹളമുണ്ടായിക്കൊണ്ടിരുന്നു. ഇന്ന് മാഷാ അല്ലാഹ് രാജകൊട്ടാരം പോലെ ആ പള്ളി പണിതിരിക്കുന്നു. ഓരോ മസ്ജിദും ഒന്നൊന്നിന് മെച്ചമായിട്ടിരിക്കുന്നു. വളരെ നല്ല സൗകര്യങ്ങൾ. പക്ഷെ നമസ്കരിക്കാൻ ആളുകളില്ല. പ്രത്യേകിച്ചും ഒരാൾ മരിച്ചാൽ തീർന്നു, ആ ഭാഗം പിന്നീട് ശൂന്യമായി കിടക്കും. ഈ ഒരവസ്ഥ മാറ്റിയേ പറ്റൂ. നമ്മൾ പുരുഷന്മാർക്ക് മസ്ജിദിൽ വന്നല്ലാതെ നമസ്കാരമില്ല എന്ന് മനസ്സിലാക്കണം. ഞാൻ ഉസ്താദിൻ്റെ കൂട്ടത്തിൽ കുന്നിക്കോട് പോയതാണ്. ഒരു മലയുടെ മുകളിലാണ് ഡോക്ടറുടെ വീട്. ദുഹർ നമസ്കാരത്തിന് സമയം കഴിഞ്ഞാൽ ഉസ്താദിനടുത്ത് പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് നിസ്കരിക്കുക. ഇല്ലില്ല, ഉസ്താദ് ഹദീസ് പറഞ്ഞു, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. മസ്ജിദിൻ്റെ അടുത്തുള്ള വ്യക്തിക്ക് മസ്ജിദിലെല്ലാവരും നിസ്കാരമില്ല. എന്നെയും പിടിച്ച് മലയുടെ മോളിൽ നിന്ന് അടിയിലോട്ട് ഇറങ്ങി പള്ളിയിൽ വന്നു. അൽഹംദുലില്ലാഹ് പള്ളി വന്നപ്പോൾ ധാരാളം ഗുണങ്ങളായി. ആ പള്ളിയിൽ ഒരു വൻ പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. ഉസ്താദ് ഇടപെട്ട ആ പ്രശ്നം പരിഹരിച്ചു. ഇന്ന് വരെയും അൽഹംദുലില്ലാഹ് ഉസ്താദിൻ്റെ ഇടപാട് ആ മസ്ജിദിൽ നന്മയായിട്ട് നിലകൊള്ളുന്നു.
വൻ വഴക്ക് നടക്കുകയായിരുന്നു അവിടെ. ഉസ്താദ് അവിടെ ഇടപെട്ട് ആ പ്രശ്നം മുഴുവനും തീർത്തു. ഇതാണ് പണ്ഡിതന്മാർ. അതിനുശേഷം അൽഹംദുലില്ലാ ഞങ്ങൾ വീണ്ടും ആ മല കയറി പോയി വൈദ്യനെ കാണുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, എനിക്ക് കണ്ണിന് കാഴ്ച കുറവാണ്, ആരെങ്കിലും സഹായത്തിനില്ലാതെ മസ്ജിദിൽ വരാൻ സാധിക്കുകയില്ല, ഞാൻ വീട്ടിൽ നിസ്കരിച്ചോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചോ, കുഴപ്പമില്ല, വീട്ടിൽ നിസ്കരിച്ചോ. അദ്ദേഹം നടന്ന് മുമ്പോട്ട് നീങ്ങിയപ്പോൾ തിരിച്ചു വിളിച്ചു, പിന്നെ ബാങ്ക് കേൾക്കുന്നുണ്ടോ? ബാങ്ക് കേൾക്കുന്നുണ്ട്. അജിബ് ഇതൻ, എന്നാൽ മര്യാദയ്ക്ക് പള്ളിയിൽ തന്നെ വന്നേ പറ്റൂ. സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് എത്രയോ സൗകര്യമാണ്. പഴയ കാലഘട്ടത്തിൽ മസ്ജിദുകളിലേക്ക് വരാനുള്ള വഴി ബുദ്ധിമുട്ട്, മസ്ജിദിൻ്റെ സൗകര്യം കുറവ്. നമ്മുടെ പൂർവികന്മാരായ മഹാന്മാർ നമസ്കാരത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് മാഷാ അല്ലാഹ് എന്തെല്ലാം സൗകര്യം, നമുക്ക് നടന്നു വരാൻ പറ്റുന്നു, വാഹനത്തിന് സൗകര്യം, വാഹനം കൊണ്ട് വെക്കാൻ സൗകര്യം, മസ്ജിദിൽ എല്ലാ സൗകര്യങ്ങളും വളരെ റാഹത്തായ സൗകര്യം. പക്ഷെ നമസ്കരിക്കാൻ ആളുകൾ വളരെയധികം കുറവ്. മസ്ജിദുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുഞ്ചിരിക്കുന്നതിന് പകരം മസ്ജിദുകൾ കരയുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മസ്ജിദുകളിൽ നമസ്കരിക്കണം, കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വരണം. അതുപോലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ വീടുകളിൽ നമസ്കരിക്കണം. പഴയ മയ്യത്തുങ്കര എന്താണ്? വീട്ടിൽ യാതൊരു സൗകര്യവുമില്ല. അല്ലാഹു തആല മെത്തയുടെയും പായയുടെയും വ്യവസായത്തിന് വർധനവ് നൽകി. സഹോദരങ്ങൾ ഗൾഫിലേക്കും മറ്റും പോയി വന്നു. മനോഹരമായ വീടുകൾ. അള്ളാഹു ഇനിയും ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മൾ ഒരിക്കലും നിന്ദിക്കുന്നില്ല, വളരെ നല്ലതാണ്. വീട് വൃത്തി വേണം, സൗകര്യം വേണം. പക്ഷേ പണ്ട് പാവപ്പെട്ട ഉമ്മ പുറത്തിറങ്ങി മൂത്രമൊഴിച്ച് പുറത്ത് വെള്ളം കോരി ഒളു ചെയ്ത് വേച്ച് വന്ന് തഹജ്ജുദ് നമസ്കരിച്ചിരുന്നു. ഇന്ന് മാഷാ അല്ലാഹ് കട്ടിലിൽ നിന്ന് ഒരു മറിഞ്ഞാൽ നേരെ ബാത്റൂമിലേക്ക്, അവിടെ നിന്ന് ഒളു ചെയ്ത് അടുത്ത ചുവട് വെച്ചാൽ മുസല്ലയിലേക്ക് സുഖമായിട്ട് നമസ്കരിക്കാൻ സാധിക്കും. പക്ഷേ തഹജ്ജുദിൻ്റെ കാര്യം, വീടിന് ഫർദ് നമസ്കാരം എത്രമാത്രം വീടുകളിൽ നടക്കുന്നുണ്ട്. എൻ്റെ വിശ്വാസമാണ്, പഴയ മഹാത്മാക്കൾ സൗകര്യമില്ലാത്ത മസ്ജിദിൽ ഇരുന്ന് ദുആ ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിശാലമായ മസ്ജിദുകൾ. പഴയ വാപ്പയും ഉമ്മയും ആ ഓലമേഞ്ഞ, അല്ലെങ്കിൽ ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം ഈർന്നിറങ്ങുന്ന വീടുകളിൽ ഇരുന്ന് ദുആ ചെയ്ത്, പടച്ചവനെ എൻ്റെ മക്കളെയും ചെറുമക്കളെയും അനുഗ്രഹിക്കണം, അവർക്ക് നല്ല സൗകര്യമുണ്ടാകണം. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് മാർബിളും ടൈൽസും അതുപോലെ നല്ല സൗകര്യങ്ങളും. നമ്മളെത്ര നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് സഹോദരിമാർ വീടുകളിൽ നമസ്കരിക്കണം, സമയനിഷ്ഠ കാണിക്കണം. പുരുഷന്മാർ ജമാഅത്തിൽ ശ്രദ്ധിക്കണം, സ്ത്രീകൾ വീടുകളിൽ വക്തിനെ ശ്രദ്ധിക്കണം. സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സുബഹി നമസ്കാരമാണ്, അതിനുശേഷമാണ് മറ്റ് ജോലികൾ. ദുഹർ ബാങ്ക് കൊടുത്താൽ ആദ്യത്തെ ജോലി ദുഹർ നമസ്കാരമാണ്, അതിനുശേഷം പിന്നീട് ആഹാരം വെക്കലും വിളമ്പലും. അസർ ബാങ്ക് കൊടുത്താൽ ആദ്യത്തെ ജോലി അസർ നമസ്കാരം. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ ആദ്യത്തെ ജോലി മഗ്രിബ് നമസ്കാരം, അതിനുശേഷം മറ്റ് കാര്യങ്ങൾ. അങ്ങനെ സമയനിഷ്ഠയോട് നമസ്കരിക്കുന്നൊരു സ്വഭാവം പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. ആദരവായ റസൂലുള്ളാഹി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, കടുത്ത വാക്കുകൾ പറയാത്ത പ്രവാചകൻ, എല്ലാവരോടും സ്നേഹമുള്ളവർ, അറിവുള്ളവർ, കൃപയുള്ളവർ. ആ പ്രവാചകൻ പറയുകയാണ്, മൻ തറക സ്വലാത മുതഅമ്മിദൻ ഫഖദ് കഫർ. ആരെങ്കിലും നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോയവനായി. സൗദി ആലിമീങ്ങൾ മുഴുവനും ഫത്വ കൊടുത്തിരിക്കുന്നു. ഞാനത് വായിച്ച് പേടിച്ചു പോയി. നമസ്കാരം മുടക്കിയോ, അടുത്ത വക്തിന് മുമ്പ് നമസ്കരിച്ചില്ലയോ, അവൻ ദീനിൽ നിന്ന് പോയി. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, അവൻ്റെ വിവാഹബന്ധം പൊളിഞ്ഞു. അതിനുശേഷം തൗബ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവന് ദീനിൽ പ്രവേശിക്കും, അവൻ്റെ വിവാഹബന്ധം നിലനിൽക്കും. കടുത്ത അഭിപ്രായം, യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇപ്രാവശ്യം ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഏൽപ്പിച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുസ്തകം നമസ്കാരത്തിൽ ശ്രദ്ധിക്കുക എന്നതാണ്. നമസ്കാരത്തിൽ ശ്രദ്ധിക്കുക. സൗദി അറേബ്യയിൽ പല മോശത്തരങ്ങളുമുണ്ട്, പക്ഷേ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കടുത്ത നിലപാടാണ്. പക്ഷെ മലയാളികൾ അതിനെ കവച്ച് വെച്ച് മെടുക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് കൊടുത്താൽ കടയടയ്ക്കണം, കടയടച്ച് പുറത്തിറങ്ങുന്നതിന് വരെ മലയാളി ഉള്ളിൽ കയറി ഇരുന്നുകൊണ്ട് അവർ അടച്ചിരിക്കും. സഹോദരങ്ങളെ, നമസ്കാരം ഫർളാണ്. ആ പുസ്തകത്തിൽ പേടിക്കുന്ന വാക്കുകൾ,
ആരെങ്കിലും മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ ദീനിൽ നിന്നും പുറത്തു പോയെന്ന് ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഈ മുഴുവൻ സഹാബാക്കളുടെ ലിസ്റ്റ് കൊടുത്തിട്ട് അതുകൊണ്ട് അവർ ദീനിൽ നിന്ന് പുറത്ത് പോയി. അവരുടെ വിവാഹബന്ധം പൊളിഞ്ഞു പോയി. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ജീവിതകാലം മുഴുവനും നന്മകളിലായി കഴിച്ചുകൂട്ടി സമുന്നത നന്മയിലായി മരണം സംഭവിക്കുന്നു. സുബഹിക്ക് ഇമാമത്ത് നിൽക്കുകയാണ്. അടിവയറ്റിൽ ശത്രു വന്ന് കുത്തി. മഹാനവറുകൾ മറിഞ്ഞു വീണു. അതിനുശേഷം സഹാബാക്കൾ നമസ്കാരം പൂർത്തീകരിച്ചു. പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. 3 ദിവസം മഹാനവറുകൾ കഴിഞ്ഞു. 3-ാമത്തെ ദിവസമാണ് മരിക്കുന്നത്. പക്ഷേ 3 ദിവസം 3000 ദിവസത്തിന് തുല്യം. ധാരാളം പാഠങ്ങൾ പഠിപ്പിച്ചു. അതിനൊരു പാഠമാണ് നമസ്കാരത്തിന് സമയമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ സുഹൈബ് റളിയല്ലാഹു അൻഹു വലിക്കുമായിരുന്നു. ആൾക്കാർ പറയും, വലിക്കല്ലേ, നിങ്ങളെന്തേ കാണിക്കുന്നത്, മരിക്കാൻ കിടക്കുന്ന ആൾ. ഇല്ല, എനിക്കറിയാം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ഞാനിങ്ങനെ വലിക്കുന്നതാണ്. കാരണം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, മരണം വരെയും നിങ്ങൾ നന്മകളിൽ എന്നെ പ്രേരിപ്പിക്കണമെന്ന് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള കൂട്ടുകാരെ തെരുമാറാകട്ടെ. നന്മകളിൽ പ്രേരിപ്പിക്കുന്നവർ, തിന്മകളിൽ നിന്ന് തടയുന്ന നല്ല കൂട്ടുകാരെ അള്ളാഹു തെരുമാറാകട്ടെ. കാലിൽ പിടിച്ച് വീണ്ടും പിടിച്ച് വലിക്കും. പതുക്കെ കണ്ണു തുറക്കും. വയറ്റിൽ കൂടി ചോര പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഞാൻ സുഹൈബാണ്. എന്താണ്? നമസ്കരിക്കാൻ സമയമായി. അൽഹംദുലില്ലാ, നിനക്ക് നന്ദി, നിനക്ക് നന്ദി. ഇസ്ലാമിൽ നമസ്കാരമില്ലാത്തവന് യാതൊരു പങ്കുമില്ല. തയമ്മം ചെയ്യുന്നു, അവിടെ കിടന്ന് നമസ്കരിക്കുന്നു. സഹോദരങ്ങളെ, കിടന്ന് നമസ്കരിക്കുന്നു. ദീനെന്ന് പറഞ്ഞാൽ എടുത്തിയാട്ടമൊന്നുമല്ല. കിടക്കാൻ പറ്റാത്ത ഇരിക്കണം, ഇരിക്കാൻ പറ്റാത്ത നിൽക്കണം, ഒന്നുമില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലെ ഒരു ടാക്സി ഡ്രൈവർ മരണപ്പെട്ടു. ടാക്സി ഡ്രൈവർ അദ്ദേഹം ഈ മയ്യത്തുകരെല്ലാം ദീനിൻ്റെ പരിശ്രമവുമായി വന്നിട്ടുണ്ട്. ജനാബ് യൂസുഫ് പാലൻപൂരി, അദ്ദേഹത്തിൻ്റെ മകൻ മരണത്തിന് ശേഷം വാപ്പയെ പറ്റി എഴുതി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പണ്ഡിതൻ വാപ്പയുടെ കാര്യങ്ങൾ എഴുതി തരണമെന്ന് പറഞ്ഞു. വാപ്പയുടെ കാര്യങ്ങൾ എഴുതി. അതിലൊരു കാര്യം ഇതാണ്, അൽഹംദുലില്ലാ, കഠിന രോഗിയായ വാപ്പ ഒരു വക്ത് നമസ്കാരം പോലും അദ്ദേഹം ഖളാക്കിയിട്ടില്ല. അല്ല, ഒരു വക്ത് നമസ്കാരം പോലും ജമാഅത്തായിട്ട് നമസ്കരിക്കാതിരുന്നിട്ടില്ല. രാത്രി 10 മണിക്ക് അദ്ദേഹം മരിക്കുന്നു. 9 മണിക്ക് എന്നെ ഇമാമത്ത് നിർത്തി ഇശാ നമസ്കാരം കിടന്ന് അദ്ദേഹം നമസ്കരിക്കുന്നു, വഫാത്താവുന്നു ഈ ലോകത്ത്. സഹോദരങ്ങൾ, ഇതാണ് ജീവിതം, ഇതാണ് മരണം. പടച്ചവരുമായി ബന്ധമില്ല, പടപ്പുകളുമായി ബന്ധമില്ല. കുറേ തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, പോകുന്നു. ഇതെന്തൊരു ജീവിതമായി ഇത്. അതുകൊണ്ട് നമ്മൾ നമസ്കാരത്തിൽ ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ താല്പര്യപ്പെടുന്നു. പിന്നീട് നമ്മളുടെ മക്കളെയും ഉപദേശിക്കണം. അവരെ അടിക്കുക, ഇടിക്കുക, ചീത്ത വിളിക്കുക, പ്രാകുക ഒന്നുമില്ല. നമ്മൾ അവരോട് സ്നേഹത്തിൽ പറയണം, സന്തോഷത്തിൽ പറയണം, തന്ത്രപരമായി പറയണം. നിങ്ങൾ എന്തെങ്കിലും ആഹാരം പാചകം ചെയ്യണം, നിങ്ങളെ മക്കളുടെ കയ്യിൽ കൊടുത്ത് ഈ ഷിഹാബ് ഉസ്താദിന് കൊണ്ടുപോയി കൊടുക്കാൻ പറയണം. ഉസ്താദന്മാർ കഴിക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടല്ല, അൽഹംദുലില്ലാ മദ്രസയിൽ ആഹാരമുണ്ട്. പക്ഷെ മക്കളെ ദീനുമായിട്ട് അടുപ്പിക്കാൻ പറയുന്ന രീതിയാണ്. നിങ്ങൾ മക്കളുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കും, ആ മദ്രസയിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറയും. അവർ നിങ്ങൾ വിടും, അവർ വരും. അൽഹംദുലില്ലാ, ഉസ്താദിനോട് നേരത്തെ ഒന്ന് പറഞ്ഞേക്കണം, പൊന്നുസ്താദെ ഇതുപോലെ മോനെ വിടുന്നുണ്ട്, ഉസ്താദ് മോനെ ഒന്ന് കൈകാര്യം ചെയ്യണം. അവർ ഇൻഷാ അല്ലാഹ് തന്ത്രം കാണിക്കും, സ്നേഹം കാണിക്കും, അവർ കൂട്ടത്തിൽ നിർത്തും. പതുക്കെ പതുക്കെ നമസ്കാരം ആരംഭിക്കും. ഒരു തള്ള മരണം വരെയും മോനോട് നമസ്കരിക്കാൻ പറയുമായിരുന്നു. പക്ഷെ മോനാണ് നമസ്കാരത്തിൽ വലിയ വീഴ്ച വരുത്തിയിരുന്നു. ഞാൻ യാത്രക്കിടയിൽ ആ ഉമ്മ മരിച്ചതായിട്ട് അറിഞ്ഞു. അൽഹംദുലില്ലാ, പെട്ടെന്ന് എനിക്ക് ആ വീട്ടിൽ പോകാൻ സാധിച്ചപ്പോൾ ഈ മകൻ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ മരിച്ചേ, ഭയങ്കര വായിൽ നിലവിളിക്കുന്നു. ആ സമയം നോക്കി ആ പയ്യനോട് പറഞ്ഞു, മോനെ ഇവിടെ വെച്ച് നീയത്ത് ചെയ്തു. ഉമ്മ മരണം വരെയും നമസ്കരിക്കാൻ പറഞ്ഞതാണ്. കരഞ്ഞുകൊണ്ട് നീയത്ത്, ഇൻഷാ അല്ലാഹ് മരണം വരെ ഞാൻ നമസ്കരിക്കുമെന്ന് പറയും. കരഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നമസ്കരിക്കവേ അല്ലാഹ് നമ്മൾ നമ്മൾ എഴുന്നേക്ക്, നമുക്കൊരുമിച്ച് ഇഷാ നിസ്കരിച്ചിട്ടില്ല, നമുക്കൊരുമിച്ച് ഇഷാ നിസ്കരിക്കാം.
സഹോദരങ്ങളെ, ആണയിട്ട് പറയുന്നു, എന്നേക്കാളും ആത്മാർത്ഥമായി കരഞ്ഞ് ആ ചെറുപ്പക്കാരൻ നമസ്കരിച്ചു. ഇന്ന് വരെയും നമസ്കാരത്തിൽ വലിയ ശ്രദ്ധയാണ്. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. ഇന്ന് നമ്മൾ ചെറുപ്പക്കാരുടെ വിഷയത്തിൽ ഭയങ്കര നിരാശയാണ്. അവർ നന്നാകത്തില്ല, ഉപദേശിച്ചിട്ട് കാര്യമില്ല. നമ്മളെവിടെ ഉപദേശിച്ചു? ഉപദേശം എന്ന് പറഞ്ഞാൽ മൊബൈലിൽ കൂടി ഇട്ട് കൊടുക്കുന്ന ഖുർആൻ്റെ ക്ലാസ് അല്ല, അവരുടെ കയ്യിൽ കയറി പിടിക്കലാണ്, അവരോട് ആത്മാർത്ഥമായി പറയലാണ്. യാ ബുനയ്യ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, പൊന്നു മക്കളെ, പടച്ചവൻ നിങ്ങൾക്ക് ധർമ്മത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങളുടെ മരണം പടച്ചവന് പൊരുത്തമുള്ള നിലയിലായിരിക്കണം. ആദരവായ റസൂലുള്ളാഹി പറയിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് അള്ളാഹുവിലേക്ക് യാത്രയാകുന്നു. 1 മണിക്കൂർ മുമ്പ് ആദരവായ റസൂലിനെ കാണാൻ സഹാബികൾ വന്നു. തൊണ്ടക്കുഴിയിൽ നിന്നും ശബ്ദം വരുന്നില്ല, വെളിയിലേക്ക് വരുന്നില്ല, പക്ഷേ തങ്ങൾ വായ ചലിപ്പിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു ചെവിയെടുത്ത് തിരുവായുടെ അരികിലേക്ക് വെക്കുകയുണ്ടായി. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു, അസ്സലാത വമാ മലകത് ഐമാനുക്കും, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കീഴിലുള്ള ഭാര്യാമക്കൾ, അടിമകൾ, ജോലിക്കാർ, വേലക്കാർ, നിങ്ങളുടെ വീട്ടിലുള്ള വീടും പറമ്പും സാധന സാമഗ്രികളും, അതിൻ്റെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൽ ശ്രദ്ധിക്കൻ. മസ്ജിദുകൾ മാടി മാടി വിളിക്കുന്നു, നിങ്ങൾ നമസ്കരിക്കാൻ വരും. രണ്ടാമതായിട്ട് എനിക്ക് എന്നോടും നിങ്ങളോടുമുള്ള ആത്മാർത്ഥമായ ഉപദേശം, പരസ്പരം സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും കഴിയും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം സ്ഥാപിക്കും. നമ്മൾ ആളുകളുമായി പരസ്പരം ബന്ധപ്പെടും. മനുഷ്യനാണ്, ഇടയ്ക്ക് ദേഷ്യം വരും, പക്ഷേ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും. ആദരണീയ മാമ മർഹൂമിനെ പറ്റി ഹുസൈൻ സാഹിബ് കരഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് വലിയ പാഠമുള്ളതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്. കുറച്ച് ദേഷ്യം മാമായിക്കുണ്ടായിരുന്നു. വീട്ടിൽ ദേഷ്യം ഭാഗത്ത് വരെയും ദേഷ്യം വരും, പക്ഷെ ഒന്നും മിണ്ടത്തില്ല. അദ്ദേഹം ഒന്നും മിണ്ടുകയില്ല, വളരെ സന്തോഷത്തിലായി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് പരസ്പരം സ്നേഹത്തിനും സന്തോഷത്തിനും കഴിയണം. അഭിപ്രായ വ്യത്യാസങ്ങൾ അത് നമ്മൾ വലുതാക്കരുത്. സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ എന്താണ് ഷാഫി, ഹനഫി, പിന്നെ ആ കുടുംബം, ഈ കുടുംബം, ഇതെല്ലാം പരസ്പരം സഹകരിക്കാനുള്ള വഴികളാണ്. എന്നല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം ഇതൊന്നും പറഞ്ഞ് കലമ്പേണ്ട കാലഘട്ടമല്ല. പണ്ട് ആരെങ്കിലും കലമ്പിയെങ്കിൽ അവരുടെ മുതുകിലത്. പണ്ട് ഷാഫി, ഹനഫി പ്രശ്നം, അത് അവരുടെ മുതുകിൽ. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം, സ്നേഹത്തിൽ കഴിയണം. മനസ്സിലാക്കണം, ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത് ഹൈന്ദവനായ കച്ചവടക്കാരൻ്റെ സഹകരണം കൊണ്ടാണ്. എൻ്റെ ജീവിതം നടക്കുന്നത് ക്രൈസ്തവനായ അധ്യാപകൻ്റെ ഗുണം കൊണ്ടാണ്. ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ ജീവിതം നടക്കുന്നത് ഇവിടെ കച്ചവടം ചെയ്യുന്ന മുസ്ലിമിൻ്റെ ഗുണം കൊണ്ടാണ്. ഇവിടെ കുട്ടികളെ പാഠം പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനി അമ്മമാരുടെ ഗുണം കൊണ്ടാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം വേണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദരവ് വേണം, ബഹുമാനം വേണം. ആൾക്കാരെ നമ്മൾ ഉൾക്കൊള്ളണം. ശരിയാണ്, സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നു, അത് നമ്മൾ നീട്ടാൻ പാടില്ല, വലിക്കാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും പറഞ്ഞ് നമ്മൾ ഇല്ലാതാക്കണം. ആരെങ്കിലും ഫൗൾ കാണിച്ചു, ഞാനവനെ പാഠം പഠിപ്പിക്കാം, പോലീസിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വാശി കാണിക്കലില്ല. പാഠം പഠിപ്പിക്കലുണ്ട്. നമ്മൾ അവരോട് സ്നേഹത്തിൽ കഴിയും, സൗഹാർദ്ദത്തിൽ കഴിയും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കഠിന ശത്രുത കാണിച്ച വ്യക്തികൾ, അവരോട് പ്രവാചകൻ നല്ല നിലയിൽ കഴിയുകയുണ്ടായി. പ്രവാചക ചരിത്രത്തിൻ്റെ പ്രത്യേകതയാണ്, കഠിന ശത്രുത കാണിച്ചവർ തന്നെ അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി. തങ്ങളുടെ കഠിന ശത്രുവാണ് അബൂ സുഫിയാൻ. ഉഹദ്, ഖന്തഖ്, ഇതിലെല്ലാം നേതൃത്വം നൽകിയ അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പ്രവാചക പത്നിയായിട്ട് മാറി. കുറേ നാളുകൾക്ക് ശേഷം അബൂ സുഫിയാനും ഭാര്യയും
അബൂ സുഫിയാൻ കുറേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു മകൾ അസ്മാ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അത് തന്നെ കുറേ നാളുകൾക്ക് ശേഷം അബൂ സുഫിയാൻ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് മദീന മുനവ്വറയിൽ വന്നു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. തങ്ങളെ കണ്ടു കഴിഞ്ഞ് അദ്ദേഹം മകളെ കാണാൻ വേണ്ടി പോയി. വർഷങ്ങൾ കഴിഞ്ഞ് മകളെ കാണുകയാണ്. ഈ സമയത്ത് മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ തങ്ങളോട് ചോദിച്ചു, എൻ്റെ വാപ്പ വരുന്നുണ്ട്, ഞാൻ വാപ്പയോട് എങ്ങനെ വർത്തിക്കണം? കടുത്ത നിഷേധിയാണ്, അവരുടെ നേതാവാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹുകാരനാണെന്ന് മനസ്സിലാക്കി, ഈ കേരളക്കാരായ ആളുകളെ ദ്രോഹിച്ചതാണെന്ന് മനസ്സിലാക്കി വൻ ഫൈൻ അടിച്ച് അദ്ദേഹത്തിനെതിരായിട്ട് വിധി നടത്തുകയുണ്ടായി. അദ്ദേഹം അതിനുശേഷം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മക്കൾ മാന്യന്മാർ വാപ്പയുടെ ഈ ബാധ്യത ഇവർക്ക് കൊടുത്ത് നിർവഹിച്ചു. ഈ സഹോദരങ്ങൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് അവർ ഈ മസ്ജിദ് നിർമ്മിച്ചു. പള്ളിയുടെ പേര് നോക്കി, ഓച്ചറക്കാരൻ്റെയും കേരളക്കാരൻ്റെയും പേരെന്നെ അറബിയുടെ പേരാണ്. അറബി കൊടുത്ത പൈസയല്ല, കേരളക്കാരൻ ആ മരിച്ചുപോയ അവരെ സ്പോൺസറിൻ്റെ പേരാണ് മസ്ജിദുൽ ഖാനിം എന്ന് എഴുതി വച്ചിരിക്കുന്നത്. വളരെ നല്ല മാതൃക. എന്നോട് എന്നിട്ട് അവർ പറഞ്ഞു, ഈ കാര്യം ഇവിടെ പറയണം, ഞങ്ങൾ ഏതെങ്കിലും അറബിയുടെ പൈസ ആ രീതിയിൽ അറബിയെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ചതല്ല, സമൂഹം പഠിക്കണം, അവർ മനസ്സിലാക്കണം. അവർക്കെതിരായി കേസ് കൊടുത്തു, ആ കേസിൽ തോറ്റു, എന്നിട്ട് നഷ്ടപരിഹാരം കൊടുക്കുക. ആ നഷ്ടപരിഹാരം കൊണ്ടാണ് ഈ മസ്ജിദിന് വൻ നിർമ്മാണം. ഇതിന് അടിഭാഗം വളരെ നല്ല നിർമ്മാണമായിട്ടാണ്, ചെറിയ പൈസയല്ല, നല്ല സാമ്പത്തിക ചെലവുണ്ട് അവർ നടത്തി. എന്നിട്ട് ആ നഷ്ടപരിഹാരത്തിൻ്റെ തുകയും കഴിഞ്ഞു, അവരുടെ പോക്കറ്റിൽ നിന്ന് ബാക്കി പൈസ എടുത്താണ് ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള സ്നേഹത്തിന് മാതൃകകൾ വരട്ടെ. നമ്മളുടെ പരസ്പരമുള്ള ശത്രുതയും അകൽച്ചയെല്ലാം മാറട്ടെ. ഒന്ന് ഹിന്ദുവും മുസ്ലിമും ഒന്ന് സ്നേഹിക്കുന്നൊരു രാജ്യമാകട്ടെ. ക്രിസ്ത്യാനിയോട് സ്നേഹം കാണിക്കുന്ന രാജ്യമാകട്ടെ. നമ്മൾ മുസ്ലിമീങ്ങൾ ഷാഫികൾ ഹനഫികളോട്, ഹനഫികൾ ഷാഫികളോട്, സംഘടനക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, മദ്രസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും സഹകരണമുള്ള കാലഘട്ടമായി നമ്മളെ കാലഘട്ടം മാറട്ടെ. അതിലേ വിജയമുള്ളൂ, നമുക്ക് അതിലേ ഗുണമുള്ളൂ. ഇത് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് രണ്ട് കാര്യങ്ങൾ ഞാൻ എന്നോട് നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി പറയുന്നു. ഒന്ന്, പടച്ചവരുമായിട്ടുള്ള ബന്ധം ശരിയാക്കണം. അതിലേറ്റവും പ്രധാനമായി നമസ്കാരം തയ്യാറാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും തയ്യാറാണ് ഇൻഷാ അല്ലാഹ്. സ്ത്രീകളുടെ ഭാഗത്തു നിന്നും കൂടി ഇൻഷാ അല്ലാഹ് പറയും, എല്ലാവരും നമസ്കാരത്തിന് ശ്രദ്ധ കാണിക്കുക. രണ്ട്, മക്കളുടെ നമസ്കാരത്തിന് ശ്രദ്ധിക്കും. പിന്നെ നമുക്ക് പരിസര ഭാഗങ്ങൾ ശ്രദ്ധിക്കാം. മക്കളുടെ കാര്യം, എൻ്റെ മക്കൾ ഇൻഷാ അല്ലാഹ് നമസ്കരിച്ചേ പറ്റൂ. മരണം വരെയും നമ്മൾ ചലച്ചുകൊണ്ടിരിക്കാൻ, മരണം വരെയും പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഒരിക്കലും വിടാതിരിക്കാൻ. ഇൻഷാ അല്ലാഹ് മരണം കഴിഞ്ഞെങ്കിലും അവർക്ക് മാറ്റമുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കണം, പടച്ചവനിൽ നമ്മൾ പരിപൂർണ്ണ പ്രതീക്ഷ അർപ്പിക്കണം. രണ്ട്, നമ്മൾ പരസ്പരം നല്ല ബന്ധമുണ്ടാക്കണം. മുതിർന്നവരെ സ്നേഹിക്കണം, താഴ്ന്നവരോട് കരുണ കാണിക്കണം, പരസ്പരം സാഹോദര്യത്തോടെ സ്നേഹത്തോടെ നമ്മൾ വർത്തിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അതിനുവേണ്ടി ഈ സ്ഥാപനം എല്ലാവരും സേവനം ചെയ്യാൻ പരിപൂർണമായ സന്നദ്ധനാണ്. ഈ സ്ഥാപനത്തെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അൽഹംദുലില്ലാഹ്, വലിയൊരു പരിപാടി ഈ സ്ഥാപനം അടുത്ത് തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കമെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അതിനുവേണ്ടി പ്രത്യേകം സഹകരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ കേരളത്തിൽ ആദ്യമായ ഒരു പെൺകുട്ടി പരിശുദ്ധ ഖുർആനിൻ്റെ പഠനം പൂർത്തിയാക്കേണ്ട ഉണ്ട്. ഇവിടെ ഉണ്ടോ? ബനാത്തിലാണോ? അൽഹംദുലില്ലാഹ്, ആദ്യമായിട്ട് പെൺകുട്ടി പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി അവർക്ക് സനത് കൊടുക്കുന്ന, അതുപോലെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വലിയൊരു സമ്മേളനം എന്ന് പറയുന്നത് സമ്മേളനത്തിന് വേണ്ടിയുള്ള സമ്മേളനമല്ല, മറിച്ച് ആദ്യം നമ്മൾ വീടുകൾ കേന്ദ്രീകരിച്ച് ഇൻഷാ അല്ലാഹ് പരിപാടികൾ നടത്തി. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കണ്ണ് കാണാതെ കണ്ണ് കാണത്തില്ല അല്ല ആ മോൾക്ക് അങ്ങനെ പറഞ്ഞില്ല, കണ്ണ് കാണാതെ ആദ്യമായി ആ കുട്ടിക്ക് കണ്ണ് കണ്ടുകൂടാ. ഹാഫിദുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്തില്ല, ഞാൻ പറഞ്ഞ വ്യക്തമായി, ആ കുട്ടിക്ക് കണ്ണ് കണ്ടുകൂടാ, രണ്ട് കണ്ണും കണ്ടുകൂടാ. മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി മൊബൈലും അതുപോലെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് ഒന്നാം പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി അതിൻ്റെ ഒരു പരിപാടി ഇൻഷാ അല്ലാഹ് ഇവിടെ വെക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടണം. വളരെ ചെറിയ നിലയിൽ തുടങ്ങിയ സ്ഥാപനം അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ വിശാലമായ എങ്കിലും വലിയ കഷ്ടപ്പാടിലാണ് ഈ സ്ഥാപനം നീങ്ങുന്നത്. അള്ളാഹുവിനെ പരിപൂർണ്ണ ആഫിയത്തിലാക്കുമാറാകട്ടെ. എൻ്റെ മകൻ്റെ പ്രായമുള്ളതാണ്, ഇപ്പോൾ എൻ്റെ വാപ്പാട് മോഡലിലായിട്ടുണ്ട്, താടിയൊക്കെ നരച്ച്, എല്ലാ ക്ഷീണവും ഇതിനെപ്പറ്റിയുള്ള ഓവർ ചിന്തയും ബഹളവുമാണ്. ഞാൻ എന്നിട്ട് വഴക്ക് പറയാറുണ്ട്, ആഹാരം കഴിക്കത്തില്ല, വഴക്ക് പറയും, ദേഷ്യപ്പെടും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വലിയ ത്യാഗം ഈ സഹോദരങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഇതുമായി സഹകരിക്കണം. അള്ളാഹു നമ്മളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ.
അള്ളാഹു എല്ലാ ഖൈറും നൽകുമാറാകട്ടെ. നബി അത് വായിച്ചത് ഇച്ചിരി നല്ലതായി. കുഴപ്പമില്ല, വെച്ചോളാം. മതി. ശരി. കേൾക്കാൻ സ്ത്രീകളില്ലേ? സ്ത്രീകൾ കുഴപ്പമില്ല, പറഞ്ഞോ. വാപ്പായുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് മൊത്തത്തിൽ ഇവിടെയുള്ളത്. നമ്മൾ ഈ പ്രദേശത്ത് നിന്ന് പോയിട്ട് 50 വർഷത്തോളമായി. വാപ്പ 50 വർഷത്തിന് മുമ്പ് ഓസ്ട്രേലിയയിലേക്ക് പോയതാണ്. അതിനുശേഷം ഇങ്ങോട്ടുള്ള ആ ഒരു ബന്ധുത്വം നിലനിർത്താൻ ഞങ്ങൾക്ക് വലുതായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ വാപ്പ മിക്കവാറും ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ 80% ആൾക്കാരുടെയും വീടുകളിൽ വരികയും അവരുമായിട്ട് സഹകരിച്ചും പോയിക്കൊണ്ടിരുന്നതാണ്. ഞങ്ങൾ നിലവിൽ ഇവിടെയുള്ള ആൾക്കാരെ കുറിച്ചിട്ട് പേരുകളൊക്കെ ഏറെക്കുറെ അറിയാം, പക്ഷേ ആരുമായിട്ട് അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കുറച്ച് വീടുകളിനിടയ്ക്ക് സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം എല്ലാവരെയും ഒന്ന് കാണണമെന്നും എല്ലാവരുമായിട്ടുള്ള ബന്ധം പുതുക്കണമെന്നുള്ള രീതിയിലേക്ക് ഞാനിത് ആലോചിച്ചത്. അപ്പം അങ്ങനെ ഇത് അവിടെ ഒരു മയ്യത്തിങ്കര ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കാനാണ് ആദ്യം നമ്മൾ തീരുമാനമെടുത്തത്. പക്ഷേ അതിന് ശേഷം അത്ര വലിയ ചടങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു മാഹോൽ നന്നായിരിക്കണം എന്നുള്ളതുകൊണ്ടും പിന്നെ വാപ്പാടെ ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ മദ്രസ കുട്ടികളാണ്. അപ്പം അവരുമായിട്ട് അവരെ അടുത്തുള്ളപ്പോൾ നമുക്ക് നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പം കുറച്ചും കൂടെ നമുക്ക് മനസ്സിന് കുറച്ചും കൂടെ സമാധാനം കിട്ടും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ യാത്രയ്ക്കൊക്കെ കുറേ ബുദ്ധിമുട്ടാണെങ്കിലും ഇവിടെ വെച്ച് നമ്മൾ നിലയിൽ നടത്തിയത്. അപ്പോൾ ഈ നടത്തിയപ്പം ഇവിടെ വരാൻ പലർക്കും പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. ഇത്ര ഈ പറഞ്ഞ പോലെ കുറച്ച് വഴി ദൂരമുള്ള സ്ഥലമാണ്. പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് ദൂരെയുള്ള ആൾക്കാർക്ക് ഇവിടെ വരാനും പ്രയാസമുണ്ട്. പക്ഷേ എങ്കിലും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. എല്ലാവരോടും അകമഴിഞ്ഞ നന്ദിയുണ്ട് ഇവിടെ വന്ന് നമ്മൾ ഇതിൽ പങ്കെടുത്തതിൽ. നമ്മൾ ഈ പങ്കെടുപ്പെന്ന് ഈ സംഗമം എന്ന് പറയുന്നത് ഈ ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുമായിട്ടുള്ള ബന്ധം മരണം വരെ നിലനിർത്തി പോകണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുന്നതിന് മടിക്കരുത്. എല്ലാ കാര്യത്തിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും അതേപോലെ തന്നെ പങ്കെടുക്കാനുള്ള എല്ലാ പരിശ്രമവും ഉണ്ടാവും. വാപ്പയെ മരണപ്പെട്ടുള്ളൂ. വാപ്പയുടെ എല്ലാവിധ നന്മകളും ഞങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. ഞങ്ങളും ഈ പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലെ തന്നെ പല ഈ പറഞ്ഞ കച്ചവടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ ഇങ്ങനെ നടന്നു പോയ ആൾക്കാരാണ്. പക്ഷേ വാപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് വാപ്പയുടെ നന്മകളെക്കുറിച്ച് നമുക്ക് മനസ്സിലായതും ആ നന്മയുടെ വഴി തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇനിയുള്ള കാലങ്ങളിൽ എല്ലാ വിവരങ്ങളും നമ്മളെ അറിയിക്കാനും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാനും കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ പരിശ്രമിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു ഹൈർ നൽകട്ടെ. അതേപോലെ തന്നെ വാപ്പയുടെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് നമസ്കാരം നിലനിർത്തി അതുപോലെ തന്നെ സാധുക്കളെ സഹായിച്ച് അതുപോലെ തന്നെ മദ്രസകളെ സഹായിച്ച് അങ്ങനെ പോകുന്നൊരു വ്യക്തിത്വമായിരുന്നു. അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മദ്രസയ്ക്കൊരു ലക്ഷ്യമുണ്ട്. ഈ പ്രദേശങ്ങളിൽ ഒരു വീട്ടിൽ ഒരു ആലിമെങ്കിലും ഉണ്ടാകണം എന്നുള്ളൊരു ലക്ഷ്യം ഈ മദ്രസയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. നമ്മുടെ എല്ലാ വീട്ടിലും ഒരു ആലിം ഉണ്ടാവണം എന്നുള്ള നിയത്തോടു കൂടി എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുകയും അതേപോലെ തന്നെ കുട്ടികളെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് ഇങ്ങനെയുള്ള മദ്രസകളിൽ ഇവിടെ തന്നെ വിടണമെന്നില്ല, ഏതെങ്കിലും മദ്രസകളിൽ വിട്ട് നമുക്ക് അറിവ് പഠിപ്പിച്ച് അവരെല്ലാം ഒരു വീട്ടിൽ ഒരു ആലിമെങ്കിലും ഉണ്ടാകുന്ന രീതിയിലേക്ക് വരണം. ഇപ്പോൾ തന്നെ എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഒരാൾ 28 ഇപ്പോൾ ഇവിടെ തന്നെ മയ്യത്തിങ്കര ഉള്ളതാണ്. പിന്നെ അപ്പച്ചയുടെ മോനാണ്. ഏകദേശം 26 ജീസ് കഴിഞ്ഞു. 28ാമത്തെ ജീസിലേക്കായിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കൊച്ചാപ്പയുടെ മോനും അതേപോലെ തന്നെ ഒരു മദ്രസയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റ് എല്ലാവരും വാപ്പാടെ ഉമ്മാടെ അനിയത്തിമാരുണ്ട്, വാപ്പാടെ ആൾക്കാരെല്ലാം ഉണ്ട്. ഇവിടെ എല്ലാ കുടുംബങ്ങളിലും ആലിമ്യങ്ങളുണ്ടാകണം. വാപ്പാടെ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് ആലിം കുടുംബമാണ്. പക്ഷെ അതൊക്കെ ഞങ്ങൾക്ക് പിന്നീട് ഇറങ്ങി നടന്നതിന് ശേഷമാണ് മനസ്സിലായത്. അപ്പം ഇവിടെ ഈ പറഞ്ഞതുപോലെ വാപ്പാടെ മുകളിലുള്ള കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് കായംകുളത്ത് ജോനോപ്പുറം എന്ന് പറഞ്ഞ കുടുംബമാണ്. അവിടെ നിന്ന് ഇവിടെ വന്ന് താമസിക്കുകയും ഈ മയ്യത്തിങ്കര പള്ളിയിലെ ഹത്തീബായിരുന്നു. ഹത്തീബായി ജോലി ചെയ്യുമ്പം അവിടുത്തെ മോദിൻ്റെ മകളെ വിവാഹം കഴിച്ചിട്ടാണ് ഇവിടെ താമസമാക്കുന്നതും അവരുടെ പരമ്പരയായിട്ടാണ് വാപ്പ വരുന്നതെന്നുള്ള വിവരങ്ങളൊക്കെ പിന്നീട് ഈ മരണത്തിന് ശേഷമാണ് നമ്മൾ അറിയുകയൊക്കെ ചെയ്തത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ദീൻ കഴിവിൻ്റെ പരമാവധി എല്ലാവരിലും എത്തിക്കണം. കാരണം നമ്മൾ വാപ്പയുടെ മരണശേഷം
ഒരു പരിപാടികളും സംഘടിപ്പിക്കാതെ വാപ്പായ്ക്ക് വേണ്ടിയിട്ട് എല്ലാ നമസ്കാര ശേഷവും പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞു കൂടിയത്. പക്ഷേ ദീനിൻ്റെ പരിശ്രമം തുടങ്ങണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിൽ നിന്നാകട്ടെ, വാപ്പയുടെ കുടുംബത്തിൽ നിന്നാകട്ടെ എന്നുള്ള പരിശ്രമം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെല്ലാവരെയും കൂടെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. അപ്പോൾ അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഈ പറഞ്ഞ പോലെ പടച്ചവനോടുള്ള കടമകളും അതേപോലെ തന്നെ പടപ്പോടുകളുള്ള കടമകളും നമ്മൾ പരിപൂർണമായി നിർവഹിച്ച് നമ്മൾ നിലവിൽ ഈമാനോടുകൂടി മുസ്ലിമായി മരിക്കാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക. കാരണം എൻ്റെ മനസ്സിലുള്ളത് ഇനി എനിക്ക് വാപ്പയെ കാണണമെങ്കിൽ സ്വർഗത്തിലെത്തിയെങ്കിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആർക്കാണെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് വാപ്പ സ്വർഗത്തിലാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കിനി കാണണമെങ്കിൽ നമ്മളും പരിശ്രമിച്ച് സ്വർഗത്തിലേക്ക് എത്തണം കാണണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഇനി നമുക്ക് ഒത്തുകൂടണമെങ്കിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ എല്ലാവരുടെയും പരിശ്രമം സ്വർഗത്തിന് വേണ്ടിയുള്ള പരിശ്രമമായിരിക്കുക. ഈ പറയുന്ന രീതിയിൽ അള്ളാഹുവിലുള്ള വിശ്വാസവും അതേപോലെ തന്നെ നമസ്കാരത്തിലുള്ള കൃത്യനിഷ്ഠതയും പിന്നീടുള്ള ഇസ്ലാമികമായിട്ടും ഈമാനികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി തന്നെ നമ്മൾ അമല് ചെയ്യണം. അതിൻ്റെ പോരായ്മകളൊക്കെ നമുക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ കഴിവിൻ്റെ പരമാവധി ദീനുമായിട്ട് ബന്ധപ്പെടുത്തി അവരെ ദീനിയായി വളർത്തി അവർ നിലവിൽ ആലിമീങ്ങളായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അവരുടെ തെറ്റുകുറ്റങ്ങളും നമുക്ക് മാറ്റി നല്ല ഇബാദത്തുകൾ ചെയ്ത് മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ കഴിയും. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഒത്തുകൂടി എല്ലാവർക്കും സന്തോഷം പങ്കുവെക്കുന്നു. നമുക്ക് ഈ പറഞ്ഞതുപോലെ ചെറിയൊരു ഭക്ഷണമുണ്ട്, അതുകൂടെ കഴിച്ച് എല്ലാവരും കഴിവിൻ്റെ പരമാവധി മുസാഫാത്ത് ചെയ്ത് ഇനി ഈ പറഞ്ഞ ബന്ധം നിലനിന്ന് പോകത്തക്ക രീതിയിലേക്ക് ഇനി ആരെങ്കിലുമൊക്കെ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ പരമാവധി പരിശ്രമിച്ച് ചെന്ന് കാണും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ രോഗാവസ്ഥയിലൊക്കെ കിടക്കുമ്പോൾ പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് കണ്ട് കേട്ട് ഈ ബന്ധം നിലനിർത്തി കൊണ്ടുപോകണമെന്നും കൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ദീനിൻ്റെ പേരിലും അതേപോലെ തന്നെ ഈ മദ്രസയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി ജസാക്ക്. ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണ പറഞ്ഞ വിശദമായി കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. വലിയ നിയത്തിൽ കൂടിയതാണ് വാക്കിൻ്റെ വൈകാരിക മനസ്സിലാക്കുന്നത്. ആ വാർത്തയുടെ കടപ്പാട്, ആ വാർത്തയുടെ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ അവഗണിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളെപ്പോലും ചെയ്യുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ്. വളരെ പതിഞ്ഞ ശ്രദ്ധ ചെയ്യുക ഈ വർത്തമാനം പറഞ്ഞു. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരന്മാരും പരിപൂർണമായും ഏറ്റെടുത്തു. രണ്ടാമത് ഇവിടെ വന്നുകൂടിയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മുടെ പറഞ്ഞ ചെറുപ്രായത്തിൽ നമ്മുടെ ഈ നാട്ടിൽ തുടക്കം കുറിച്ചൊരു ലളിത പരിശ്രമമാണ് ഈ പരിശ്രമം. ഒത്തുകൂടിയ പല ഉമ്മമാരെയും ഒരു 10, 17, 18 വയസ്സുള്ളപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ വന്നുകൂടിയ ഉമ്മമാരാണ്, പലരും സഹോദരിമാരാണ് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത് മനസ്സിലാക്കുന്നത്. നമ്മുടെ 17 വയസ്സ്, 16, 17 വയസ്സുകളിൽ ഈ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ചില പ്രേരണകളാൽ നമ്മുടെ നാട്ടിൽ തുറന്നു കുറിച്ചൊരു ലളിത പരിശ്രമമായി ആളുകൾ തന്നെയാണ് ഒത്തുകൂടിയിട്ടുള്ളത്. ഇപ്പോഴെ നമ്മുടെ ഈ കൂട്ടം ഒരിക്കലും അവസാനിക്കുന്നത് ഒരു സാമ്പത്തിക ബന്ധം ഭൗതികമായ ബന്ധത്തിൻ്റെ പേരിൽ ഒഴിച്ചു കൂടിയത് അത്തരം ഭക്ഷണ സദ്യകളൊന്നുമല്ല. സഭാവിന്റെ ദീനിന്റെ പേരിൽ കൂടി, ദീനിന്റെ പേരിൽ നടന്നു, ദീനിന്റെ പേരിൽ ഇരുന്നു, ദീനിന്റെ പേരിൽ കഴിച്ചു, ദീനിന്റെ പേരിൽ മരിച്ചു. നമ്മൾ പറയുന്നത് വാപ്പ സ്വർഗത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിൽ ആ പ്രിയപ്പെട്ട പിതാവ് സ്വർഗീയ അവസരങ്ങൾ, സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം പലർക്കെ തുറന്നു കൊടുക്കുമാറായിരുന്നു. ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഒരുമിച്ച് കൂടുതൽ ഈ സംഗമത്തെ ആ പിതാവ് എങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നോ, എങ്ങനെ ആഗ്രഹിച്ചിരുന്നോ, എങ്ങനെ താല്പര്യപ്പെട്ടിരുന്നോ, ആ നിലയിൽ അള്ളാഹു ഈ സന്ദർഭത്തെ ആ പ്രിയപ്പെട്ട പിതാവിന്റെ മുമ്പിൽ അള്ളാഹു നന്നായി കാണിച്ചു കൊടുക്കുന്ന ഒരു അത്ഭുതവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറായിരുന്നു. നമുക്കും ആ സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള ഒരു പരിശ്രമം തുടങ്ങാനുള്ള മാനസിക അവസ്ഥയും നൽകി അനുഗ്രഹിക്കുമാറായിരുന്നു. ഇനി നമ്മളുടെ പരമ്പരകളിൽ ഖിയാമത്ത് നാൾ വരെ ഏതെല്ലാം മക്കൾ, ഏതെല്ലാം ആൺമക്കൾ, പെൺമക്കൾ വരുന്നു, ഇവരെല്ലാവരെയും അള്ളാഹു ആ സ്വർഗീയമായ അനുഗ്രഹീതമായ വഴിയിൽ നടത്തുകയും മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ സംഗമവും ഈ കൂട്ടവും ഈ വർത്തമാനവും നിരന്തരം മുമ്പോട്ട് പോകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ദുആ ചെയ്തതിനു ശേഷം ളുഹർ നമസ്കാരം ഇവിടെ നടക്കും. ഈ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ അവിടുന്ന് ഇറങ്ങി കുറച്ച് മുമ്പോട്ട് നടന്നാൽ മുകളിൽ സ്കൂളിന്റെ റൂമുകൾ നിങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്
من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അള്ളാഹുവേ. ഞങ്ങളെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ഉപകാരികൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് നിൻ്റെ പൊരുത്തത്തിലായി സൗഖ്യവും സമാധാനവും ദീർഘായുസ്സും കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. പ്രത്യേകിച്ചും ഈ സദസ്സിൽ സ്മരിക്കപ്പെട്ട നിന്റെ ദാസന് നീ പരിപൂർണ്ണ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ അള്ളാഹുവേ.